സിലബസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പാർട്ട് എക്കകത്ത് തിയറീസ് എല്ലാം തന്നെ നമ്മൾ തിയറി പാർട്ടിൽ ഡിസ്കഷൻ ചെയ്തതാണ്. പിന്നെ ഈ ഫസ്റ്റ് ചോദ്യം ഫൈൻഡ് ഔട്ട് ദി ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻ ദ ഫോളോയിങ് കേസസ് അത് വന്നിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഒന്നിൻ്റെ എ ക്വസ്റ്റ്യൻ്റെ അകത്ത് എത്ര ലിങ്കാണുള്ളത്? ഒരു ലിങ്കാണുള്ളത്. ജോയിൻ്റ് എന്ന് പറയുന്നത് 0 ആണ്, എച്ച് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 3 × n-1 - 2j - hൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. 2 പ്ലാനാർ ലിങ്ക്സിൻ്റെ, അതായത് ഒന്നിൻ്റെ ബി നോക്കിക്കുക, അതിൻ്റെ അകത്ത് ഒരു ജോയിൻ്റാണുള്ളത്. ഒരു ജോയിൻറ്റും 2 ലിങ്കും, ഒരു ജോയിൻറ്റും 2 ലിങ്കുമാണ് ഉള്ളത്. n = 2, j = 1. ഓക്കെ, അപ്പോൾ അത് വെച്ച് h = 0 ആണ്. അത് വെച്ച് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ അതിന് DOF കിട്ടും. ഇനി ഒന്നിൻ്റെ സി നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് 3 ലിങ്കും 3 ജോയിൻറ്റും ആണ് ഉള്ളത്. അപ്പോൾ n = 3, j = 3, h = 0. അപ്പം 3 × n-1 - 2j - hൻ്റെ അകത്ത് എന്നിൻ്റെയും ജെൻ്റെയും എച്ചിൻ്റെയും വാല്യൂ ഇട്ട് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് കിട്ടുന്ന ഉത്തരവാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം, DOF. ഓക്കെ, ഇനിയിപ്പം നമുക്ക് പാർട്ട് ബി നോക്കാം. പാർട്ട് ബിയിൽ ഏറ്റവും താഴേന്ന് വരാം. ഫിഫ്ത്ത് മോഡ്യൂളിൻ്റെ അകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് ഓർ ബി ആയിട്ട് ചോദിച്ചിരിക്കുന്ന റെസിപ്രോക്കേറ്റിംഗ് മാസിൽ നിന്നാണ്, ഓർ എ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് റൊട്ടേറ്റിംഗ് മാസ് നമ്മൾ പഠിച്ചതിൽ നിന്നാണ്. ശരി, അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ 19. എ ഷാഫ്റ്റ് ക്യാരീസ് 4 masses A, B, C and D which are placed in parallel planes perpendicular to the longitudinal axis. ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് പെർപെൻഡിക്കുലർ ആയിട്ട് എത്ര എണ്ണം? എ ബി സി ഡി. ഓക്കെ, എ ബി സി ഡി കൊടുത്തു. ദ അൺബാലൻസ്ഡ് മാസസ് അറ്റ് പ്ലെയിൻസ് ബി ആൻഡ് സി. ബിയും സിയും ആണ് എന്തോന്ന്? അൺബാലൻസ്ഡ് മാസസ് ആണ് ബിയും സിയും. ഓക്കെ, ശരി. അപ്പം ആർ 3.6 കിലോഗ്രാം, ഇത് 3.6 kg, ഇത് വന്നിട്ട് 2.6 kg. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. ആൻഡ് ബോത്ത് ആർ അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ് അറ്റ് എ റേഡിയസ് ഓഫ് 25 mm. ഇതിൻ്റെ റേഡിയസ് 25 mm. ബോത്ത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇതും 25 mm. ഓക്കെ, ഇനി മാസസ് ഇൻ പ്ലെയിൻസ് എ ആൻഡ് ഡി ആർ ബോത്ത് അറ്റ് റേഡിയസ് 40 mm. ഇതിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് 40 mm, ഇതിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ട് 40 mm. ഓക്കെ, ദ ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ് ബി ആൻഡ് സി 100, ബി ആൻഡ് 190. അപ്പം ഞാൻ അതിനെ മാറ്റി, അതായത് ബീനെ ഞാൻ ഹോറിസോണ്ടലായിട്ട് വിചാരിക്കുകയാണെങ്കിൽ, കാരണം ബി ആൻഡ് എയും അടുത്തതും ബി ആൻഡ് എ, അപ്പോൾ ബി അല്ല അതിനകത്ത് കോമൺ. അപ്പം ബി ആൻഡ് സിയും ബി ആൻഡ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. ബിയും എയും എന്നാണ് പറഞ്ഞത്. ബിയും സിയും തമ്മിലുള്ളതിന് 100 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയും എയും തമ്മിലുള്ളതിനെ 150 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇത്രയും വരും. ബി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുമായിരിക്കും. ഇത് മൊത്തം എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 190 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എ. അപ്പോൾ ബി ഇത് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് എടുക്കുകയാണെങ്കിൽ ബി സി എന്ന് പറയുന്നത് 100 ഡിഗ്രി എന്ന് പറഞ്ഞു, ബി എ എന്ന് പറയുന്നത് 190 ഡിഗ്രി എന്ന് പറഞ്ഞു. 190 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ശരി. ഇനിയിപ്പം എന്താണ്? ബോത്ത് ആംഗിൾസ് ബീങ് മെഷർഡ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ദ പ്ലെയിൻ ബി. അതായത് ബിന്ന് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ബി സി 100, ബി എ എന്ന് പറയുന്നത് 190 എന്ന് പറഞ്ഞു. ഓക്കെയാണ് നമ്മൾ. ഇനിയിപ്പോൾ ദ പ്ലെയിൻസ് കണ്ടെയ്നിങ് എ ആൻഡ് ബി ആർ 250 mm എപ്പാർട്ട് ആൻഡ് ദോസ് കണ്ടെയ്നിങ് ബി ആൻഡ് സി ആർ 500 mm എപ്പാർട്ട്. പ്ലെയിൻസ് കണ്ടെയ്നിങ് എയും ബിയും വന്നിട്ട് എത്ര mm ആണ്? 250 mm. ആൻഡ് ദോസ് കണ്ടെയ്നിങ് ബി ആൻഡ് സി എത്രയാണ്? 500 mm. ഇഫ് ദ ഷാഫ്റ്റ് ഇസ് ടു ബി കംപ്ലീറ്റ്ലി ബാലൻസ്, ഈ ഒരു സംഭവത്തിനെ ബാലൻസ് ആക്കണമെങ്കിൽ കണ്ടുപിടിക്കുക എന്തൊക്കെയാണ്? മാസസ് അറ്റ് ദ പ്ലെയിൻസ് എ ആൻഡ് ഡി, മാസസ് അറ്റ് ദ പ്ലെയിൻസ് എ, മാസസ് അറ്റ് ദ പ്ലെയിൻ ഡി. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ സി ആൻഡ് ഡി. ഈ സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇതിനെ ഞാനിപ്പോൾ എക്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പം സിയും ഡിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ ആംഗുലർ പൊസിഷൻ ഓഫ് ദ മാസ് ഡി, അതായത് തീറ്റ ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിത് എങ്ങനെ വരയ്ക്കാം? നമുക്ക് സ്പേസ് ഡയഗ്രാം ഉണ്ട്, ബി സി എ ഉണ്ട്,
നമ്മളോടിപ്പോൾ ചോദിച്ചിരിക്കുന്ന ഇവിടുത്തെ മാസ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ മാസ്, ഇവിടുത്തെ ഡിസ്റ്റൻസ്, പിന്നെ ഇതിൻ്റെ വന്നിട്ട് ആംഗിളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ വന്നിട്ട് ആംഗിളുമാണ് ചോദിച്ചിരിക്കുന്നത്. ശരി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബോക്സ് വരയ്ക്കാം. ബോക്സ് വരയ്ക്കുമ്പോൾ ഒരു പകുതി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ആദ്യം പ്ലെയിൻസ് എഴുതി, മാസ് എഴുതി, റേഡിയസ് എഴുതി, എന്നിട്ട് FC/ω², അതായത് ഫോഴ്സ് എഴുതി, എന്നിട്ട് ലെങ്ത് എഴുതണം, പിന്നെ കപ്പിൾ എഴുതണം അല്ലേ? ശരി, മാസിൻ്റേത് കിലോഗ്രാമിൽ വേണം എഴുതാൻ, റേഡിയസിൻ്റെ മീറ്ററിൽ വേണം എഴുതാൻ. FC/ω² എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞു വരും. ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ, കപ്പിൾ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അത്ര എഴുതി. ഇനിയിപ്പം ബോക്സ് നീറ്റായിട്ട് വരയ്ക്കുക. അപ്പോൾ അവർ ഏതൊക്കെ എടുത്തിരിക്കാൻ പറഞ്ഞ പ്ലെയിൻസ് A, B, C ആൻഡ് D. ഓക്കെ അല്ലേ? ഓക്കെ, മാസ് എത്രയുടെ അറിയത്തില്ല, എന്താന്ന് കൊടുത്തു? MA എന്ന് കൊടുത്തു. ബീൻ്റെ മാസ് എത്രയാ? 3.6 കിലോഗ്രാം. സീൻ്റെ മാസ് എത്രയാണ്? 2.6 കിലോഗ്രാം. ഡീൻ്റെ മാസ് അറിയത്തില്ല, MD എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി റേഡിയസ് എല്ലാത്തിനും തന്നിട്ടില്ലേ? 40 mm. MM-നെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ /1000 ആണ് ചെയ്യേണ്ടത് അല്ലേ? /1000 ആണ് ചെയ്യേണ്ടത്. അപ്പം ഇത് MM. അപ്പം 40-നെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ 1, 2, 3. അപ്പം 0.040 മീറ്റർ. അടുത്തത് 25 mm. അപ്പോൾ 0.025 മീറ്റർ. അടുത്തത് 25, അപ്പോൾ 0.025 മീറ്റർ. അപ്പോൾ 0.040 മീറ്റർ. ഓക്കെ, ഇനി ഇതും കൂടെ ഗുണിച്ചെഴുതുക. അപ്പം 0.040 MA എന്ന് പറഞ്ഞ് ഇത് വരും. ഇതോ 3.6 × 0.025 ചെയ്യുമ്പോൾ എത്ര വരും? 0.09 എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ അടുത്തത് 2.6 × 0.025 ചെയ്യുമ്പോൾ എത്ര വരും? 0.065 എന്ന് വരും. അങ്ങനെ വന്നു. ഇനിയിപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ എങ്ങനെ എടുക്കും? നമ്മൾ റെഫറൻസ് വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതാണ് റെഫറൻസ് സെലക്ട് ചെയ്യേണ്ടത്? എപ്പോഴും അൺനോൺ മാസസിനെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ കേസിൽ എയിനെ ഞാൻ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഞാൻ ഈ കേസിൽ എയിനെ റെഫറൻസ് ആയിട്ട് എടുക്കുക, റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുക. അപ്പോൾ എയിലേക്കുള്ളത് 0. ഓക്കെ, അപ്പോൾ ഞാൻ എയിലേക്കുള്ള ലെങ്ത് 0 എന്ന് പറഞ്ഞ് എഴുതി. ഇനി എയിന് ബിയിലേക്ക് എത്ര വരും? എയിന് ബിയിലേക്ക് 250 mm അല്ലേ? അപ്പോൾ എയിന് സിയിലേക്കോ 250 + 500, 600, 700, 750 mm എന്ന് പറഞ്ഞ് വരും. പിന്നെ എയിന് ഡിയിലേക്കോ 750 + x എന്ന് പറഞ്ഞ് വരും. ശരിയല്ലേ? 750 + x. ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് +x എന്ന് കൊടുത്തു. അപ്പം എഴുതത്തില്ലേ? അപ്പം ലെങ്ത് എത്ര വരും? 250 എന്ന് പറയാൻ നേരത്ത് 1, 2, 3. അപ്പോൾ 0.25 മീറ്റർ. ഓക്കെ, പ്ലസ് തന്നെ റൈറ്റിലേക്കാണ്. ഇത് 0.75 മീറ്റർ. ഇത് 0.75 + x എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ കപ്പിളെന്ന് പറയുമ്പം ഇതും ഗുണിക്കാൻ നേരത്ത് 0. എന്നിട്ട് അടുത്തത് 0.09 × 0.25 ചെയ്യുമ്പം 0.025. ഇനി അടുത്ത 0.065 × 0.75, 0.04875. ഇനി അടുത്തത് ഇത് എഴുതാൻ നേരത്തെ എങ്ങനെ വരും? 0.040 MD × 0.75 + x എന്ന് പറഞ്ഞു വരും അല്ലേ? ഇതൊരു ഇക്വേഷനായിട്ട് ഇങ്ങനെ കിടക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിത് വെച്ചിട്ട് എന്തൊന്ന് വരയ്ക്കാം? കപ്പിൾ പോളിഗൺ വരയ്ക്കാം അല്ലേ? ശരി, അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്പേസ് ഡയഗ്രാം എന്ന് കൊടുത്തു. ഇതിന് വലിയ മെഷർമെൻറ്റ് വേണോ? വേണ്ട, കാരണം ആംഗിൾ നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വരച്ചാൽ മതി. അപ്പം ഞാൻ ആദ്യം എന്തോന്ന് കൊടുക്കുന്നു? അസ്യൂം പ്ലെയിൻ ബി അസ് ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞ് കൊടുത്തു. അതിന് എന്നിട്ട് ഞാൻ എന്തോന്ന് വരച്ചു? അത് ഞാൻ ജസ്റ്റ് ഞാൻ ഒരു
ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഇതിനെ ബി എന്ന് പറഞ്ഞു കൊടുത്തു, ഇതിനെ ഒ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ അടുത്തത് 100 ഡിഗ്രി, ബിയിൽ നിന്ന് 100 ഡിഗ്രി എടുക്കണം. ബിയിൽ നിന്ന് 100 ഡിഗ്രി എടുക്കുമ്പം ഏതാണ്ട് ഇവിടെയായിട്ട് വരും. എന്നിട്ട് ഞാൻ അതിന് എന്തോന്ന് വരച്ചു, പേര് കൊടുത്തു. എന്താണെന്നാണ് പേര്, ഇതിൻ്റെ ആരെ ഇങ്ങോട്ട് എല്ലാം ഔട്ട്വേർഡ്സ് ടു ദ പോയിന്റ് ഒ. ഇതെന്ന് വന്നിട്ട് സി ആണ്. ഇത് എത്ര ഡിഗ്രിയാണ്, 100 ഡിഗ്രിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എന്തോന്നാണ്, 190 ഡിഗ്രി വരയ്ക്കണം. ഇവിടെ നിന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ എന്തോന്ന് വരയ്ക്കും. ഓക്കെ, ജസ്റ്റ് 10 ഡിഗ്രി എടുത്തിട്ട്, അപ്പം ഇവിടെ എത്ര, 150 + 10, അപ്പം 190 ഡിഗ്രി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് 190 ഡിഗ്രി ആയിട്ട് വരച്ചു. ഇതിൻ്റെ പേരെന്തുവാണ്, ഇത് എ ആണ്. ഇത് ഇവിടം വരെ എത്രയാണ്, 190 ഡിഗ്രി. ഓക്കെ, അപ്പോൾ സ്പേസ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് വരയ്ക്കാം, നമുക്ക് എന്തൊക്കെ ഉണ്ട്, ഫോഴ്സും ഉണ്ട്, കപ്പിളും ഉണ്ട്. അതിനകത്ത് കപ്പിൾ പോളിഗൺ വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കപ്പിൾ പോളിഗൺ എന്ന ഹെഡിങ് കൊടുക്കുക, കപ്പിൾ പോളിഗൺ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കുക, സ്കെയിൽ കൊടുക്കുക. സ്കെയിൽ 1 സെൻറ്റിമീറ്ററിന് എത്രയായിട്ട് എടുക്കാം അത് നമ്മൾ നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് 0.0225 ഡിവൈഡഡ് ബൈ 0.1 ചെയ്താൽ എത്ര വരും, 0.225 വരും. അപ്പോൾ 0.01 ചെയ്ത് നോക്കുക. 0.01 ചെയ്യുമ്പോൾ 2.25 എന്ന് പറഞ്ഞു വരുന്നു. 2.25 എന്ന് പറഞ്ഞു വരുന്നു. അത് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ അടുത്തതിലേക്ക് നോക്കുക, അടുത്ത ഡെസിമലും കൂടെ കൊടുത്ത് നോക്കുക. അപ്പോൾ എത്ര വരും, 0.04875 എന്ന് പറഞ്ഞു വരുന്നു. 0.4875 ഡിവൈഡ് ബൈ 0.01 ചെയ്യുമ്പോൾ 4.875. അതേതാണ്ട് ഓക്കെ ആണല്ലേ? അപ്പം അങ്ങനെ തന്നെ കൊടുക്കാം. ശരി, അപ്പം ഞാൻ 0.01 എന്ന് പറഞ്ഞിട്ടു. എന്താണ് 0.01 യൂണിറ്റ് എത്രയാ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ, കപ്പിളിൻ്റെ യൂണിറ്റ്. ഓക്കെ, അങ്ങനെ സ്കെയിൽ കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യുന്നു, ഫസ്റ്റ് ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു, ഒ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ കപ്പിൾ വരയ്ക്കാൻ പോവാണ്. അപ്പം ഏതാണ് ആദ്യം വരയ്ക്കേണ്ടത്, എ വരയ്ക്കാനില്ല, ബീനെയാണ് എടുത്തിരിക്കുന്നത്. ബീനെ അപ്പോൾ എടുത്തു, പാരലൽ എടുക്കാൻ നേരത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇവിടെ കുത്തി, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കുത്തി കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഈ 2 വീലും സർഫസിൽ തന്നെ ഇരിക്കണം. ഒരെണ്ണം ഔട്ട് സൈഡൊന്നും പോകാൻ പാടില്ല. ഇങ്ങനെ വെച്ചു. ഇനി എങ്ങോട്ട് വരയ്ക്കണം, ലെഫ്റ്റിലേക്ക് വരയ്ക്കണോ റൈറ്റിലേക്ക് വരയ്ക്കണോ? റൈറ്റിലേക്ക് വരയ്ക്കണം. എത്രയാണ് എടുക്കേണ്ടത്, 2.25 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഇതിങ്ങനെ കൊടുത്തിട്ട് സ്കെയിൽ വെച്ചിട്ട് 2.25 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും, ഈ 2-നും 3-നും ഇടയ്ക്കായിട്ട് വരും. ഓക്കെ, 2.25 എടുത്തു. ഇനി ആരും അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് കൊടുക്കണം. ഇതിൻ്റെ പേര് CCB എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് ഈ സ്പേസ് ഡയഗ്രാമിൽ സി അല്ലേ ഉള്ളത്, കാണാമോ? ഓക്കെ, അപ്പോൾ സീനെ കൊണ്ടുവന്ന് പാരലൽ വെച്ചു. ഓക്കെ, സിന്ന് പാരലൽ വെച്ചു. ശരി, ഇനിയിപ്പം റോൾ ചെയ്ത് ഈ എൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങോട്ടോ മണ്ടക്കോട്ടോട്ടോ താഴോട്ടാണോ, മുകളിലോട്ട്. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനിയിപ്പോൾ അത് എത്രയാണ് എടുക്കേണ്ടത്, 4.875 ആണ് എടുക്കേണ്ടത്. 4.87 എന്ന് പറയുമ്പം ഏതാണ്ട് 4.9 അടുപ്പിച്ച് വരും. ഓക്കെ, ഇതിനെങ്ങനെ കൊടുക്കുക, സി എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ അവസാനം വന്നത് ഏതാണ്, ഇത് അല്ലേ? അപ്പം ഈ മിച്ചം ഇവിടെയാണ് അവസാനിച്ചത്. ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളതാണ് എന്തോന്ന്, ഈ മിച്ചം വന്നാണ് എന്തോന്ന്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ആ മിച്ചം വന്നതിൻ്റെ പേരാണ് CCD. ഓക്കെ, CCD. അതിൻ്റെ ഇക്വേഷൻ എന്തോന്നാണ്, 0.040 MD × 0.75 + x എന്നുള്ളതാണ് ഇക്വേഷൻ. ഇനി ഇത് അളക്കുക. ഇത് അളക്കാൻ നേരത്ത് എത്ര കിട്ടും, എനിക്ക് കിട്ടിയത് 4.9
9 എന്നാണ് കിട്ടിയത്. കിട്ടിയത് 4.9 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു ഞാൻ 0.01 ചെയ്യുമ്പം ഇപ്പം എനിക്ക് എത്ര വരും? 4.9 ഇൻറ്റു 0.01 ചെയ്യുമ്പം 0.049 എന്ന് പറഞ്ഞു വരും. 0.049 എന്ന് പറഞ്ഞു വരും. ഇത് യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.040 ഇൻറ്റു MD ഇൻറ്റു 0.75 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0.049 ആണ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ഇക്വേഷൻ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഈ കിട്ടിയ ആംഗിളിനെ എടുത്ത് ഇവിടെ വരയ്ക്കത്തില്ലേ? ഇതിൻ്റെ ഡയറക്ഷൻ താഴോട്ടല്ലേ? അപ്പം റോളർ സ്കെയിൽ വെച്ചിട്ട് ഇതിൻ്റെ പാരൽ എടുക്കുക, കറക്റ്റായിട്ട് കുത്തിയെടുക്കുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് കുത്തി കറക്റ്റായിട്ട് വെച്ചിട്ട് കറക്റ്റ് ഓയി കൊണ്ടുപോയി വെച്ചിട്ട് ഡയറക്ഷൻ താഴോട്ടാണ്, അതുകൊണ്ട് താഴോട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. നീട്ടി വരച്ചതിന് കാരണം പ്രൊട്രാക്ടർ വെക്കാൻ നേരത്ത് നമുക്ക് ആംഗിൾ കിട്ടണം, അതുകൊണ്ടാണ്. 105 എനിക്ക് കിട്ടിയത്. 105. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ 105 കിട്ടിയത്. അപ്പോൾ 105 എന്ന് പറയുമ്പം ഇവിടെ നിന്ന് വരുമ്പോഴോ ഇവിടെ നിന്ന് വരുമ്പം എത്രയാണ്? 360 മൈനസ് 105 ചെയ്യുമ്പോൾ എത്ര വരും? 360 മൈനസ് 105 എന്ന് പറയുമ്പോൾ 255 എന്ന് പറഞ്ഞ് വരും. 255 ഡിഗ്രി ഫ്രം ബി ടു, ഇത് ഡി ആണ്, ഈ കിട്ടിയ സംഭവം ഡി ആണ്. ഓക്കെ, ഈ കിട്ടിയ സംഭവം ഡി ആണ്. 255 ഡിഗ്രി ഫ്രം ബി ടു ഡി ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, 255 ഡിഗ്രി അതിവിടെ ഇരിക്കട്ടെ, നമുക്ക് അവസാനം എടുത്ത് എഴുതാം. ഇനിയിപ്പോൾ നമ്മൾ അതും കണ്ടുപിടിച്ചു സ്പേസ് ഡയഗ്രാം വെച്ചിട്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് വരയ്ക്കാം? ഫോഴ്സ് പോളിഗൺ വരയ്ക്കാം. ഓക്കെ, ഫോഴ്സ് പോളിഗൺ നമ്മൾ വരയ്ക്കുക. അപ്പോൾ സ്കെയിൽ ചെയ്യണം. 1 സെൻറ്റിമീറ്റർ സിഗിൽ എത്ര ചെയ്യും? കാണാമോ? ഓക്കെ, ഇതാണ് ഫോഴ്സിൻ്റെ ടേബിൾ. അപ്പോൾ 0.09 0.065 ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഞാനിതിനെ എത്ര ചെയ്യാം? 0.09 ഡിവൈഡഡ് ബൈ 0.01 ചെയ്ത് നോക്കാം. അപ്പോൾ 9 എന്ന് പറഞ്ഞ് കിട്ടും. 6 ഇതിനെ ചെയ്യുമ്പം 6.5 എന്ന് കിട്ടും. അതെനിക്ക് ഓക്കെ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ 1.2 ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് 4.5 എന്ന് വരും. മറ്റേത് 0.065 ആണെങ്കിൽ അതെനിക്ക് 3.25 എന്ന് വരും. അപ്പോൾ ഏതാണെങ്കിലും ഓക്കെ. അപ്പോൾ ഞാൻ 1 സെൻറ്റിമീറ്റർ സിക്കൽ ടു 0.02 എടുക്കാം. 1 സെൻറ്റിമീറ്റർ സിക്കൽ ടു 0.02 എന്തോന്നാണ്? കിലോഗ്രാം മീറ്റർ ആണ്. അപ്പോൾ അങ്ങനെ എടുത്തു. അപ്പോൾ ഞാനൊരു പോയിൻ്റ് എടുത്തു, ഒരു പോയിൻ്റ് വെച്ചു. ഈ പോയിൻ്റ് ഇവിടെ വെച്ചിട്ട് ഇതിന് ഞാൻ ഓന്ന് പേര് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ആദ്യം എടുക്കേണ്ടത് ഏതാ? എനെ എടുക്കാൻ പറ്റത്തില്ല, അത് അൺനോൺ ആണ്. അപ്പോൾ ബീനെ എടുക്കുക, അറിയാവുന്നതിനെല്ലാം ആദ്യം എടുക്കുക. അല്ലെങ്കിൽ സ്പേസ് ഡയഗ്രാം നോക്കുക, ഈ തുടങ്ങിയിട്ട് ബാക്കി അറിയാവുന്നതെല്ലാം വരയ്ക്കുക. ഓക്കെ, സ്പേസ് ഡയഗ്രാം ബി എന്ന് പറയുമ്പം ഓക്കെ, ബീനിങ്ങനെ എടുത്തു, റോൾ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചു. എത്രയാണ് എടുക്കേണ്ടത്? ബി എന്ന് പറയുന്നത് 9 അല്ലേ, അപ്പോൾ 4.5 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ 4.5 സെൻറ്റിമീറ്റർ എടുക്കണം. എങ്ങോട്ടാ? ഹൈറ്റിലേക്ക്. എന്നിട്ട് 4.5 സെൻറ്റിമീറ്റർ എടുക്കുക. സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, അതിൻ്റെ ആരോ ഇങ്ങോട്ട്, ഇതിൻ്റെ പേരെന്താണ്? ബി അല്ല, സോറി, ഇത് FCB എന്ന് പറഞ്ഞ് ഇതിനെ എഴുതും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്താണ്? സി ആണ് വരയ്ക്കേണ്ടത്. സി എന്ന് പറയുന്നത് 0.65. അപ്പോൾ 3.25 എടുത്ത് വേണം വരയ്ക്കാൻ. നമ്മളിവിടെ കാൽക്കുലേറ്ററിൽ സ്കെയിലും കൊണ്ട് ഡിവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ സീനെ എടുത്തു, കറക്റ്റ് പാരലിൽ വെച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. നിങ്ങൾ വരയ്ക്കുമ്പം ഈ രീതി ജസ്റ്റ് ഫോളോ ചെയ്ത് നിങ്ങൾ എടുക്കുക. ഓക്കെ, വേറെ ഒന്നുമില്ല. കറക്റ്റായിട്ട് റോളർ സ്കെയിലിനെ വെച്ച് മാർക്ക് ചെയ്ത് തന്നെ എടുത്തേക്കുക. ഓക്കെ, ഇവിടെ ആയിട്ട് വരും മുകളിലോട്ട്. എത്രയാണ്? 3.25 ആണ്. ഓക്കെ, 3.25. ഇപ്പോൾ 3.25 എന്ന് പറയുമ്പോൾ ഈ 2-നും 3-നും ഇടയ്ക്കായിട്ട് വരും. സെൻട്രായിട്ട് എടുക്കുക. ഇതാണ് 3.25.
ഇവിടം വരെയാണ് ഈ പോയിന്റ്. ഇതാണ് എന്തോന്ന് ഇങ്ങോട്ടേക്കാണ് എന്നതാണ് എഫ് സി ആണ് ഇത്. അപ്പോൾ ഇവിടെയാണ് ആ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. കാണാമല്ലോ, ഇവിടെയാണ് ആ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഡി വരയ്ക്കാം. അല്ല, എയും ഉണ്ട് ഡിയും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇത് അറിയത്തില്ല. അപ്പോൾ ഡയറക്ഷൻ നമുക്കറിയാം. അപ്പം നമ്മൾ ഡയറക്ഷൻ വെച്ചിട്ട് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടുമല്ലോ, ആ പോയിൻ്റാണ്. ആ പോയിന്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് മെഷർ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏനെ കറക്റ്റ് പാരൽ കൊണ്ടുവന്നെടുക്കും. കറക്റ്റ് പാരൽ എടുത്തിട്ട് നേരെ വെച്ച് ഈ പോയിന്റിന് അവിടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടേക്കാണ്. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഡി എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഡി എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെയാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളെ കൂട്ടിമുട്ടുന്നത് ഏതാണ്ട് ഇവിടെ ആയിട്ടാണ് കൂട്ടിമുട്ടുന്നത്. ഓക്കെ, ഇനി അതിനെ എന്തോന്ന് ചെയ്യുക? അതിനെ മാർക്ക് ചെയ്യുക. അതുപോലെ ഇതിനെയും മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതെന്തോന്നായിരുന്നു? ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു. ഇത് വന്നിട്ട് ഡീൻ്റെ ഡയറക്ഷൻ. ഇത് എഫ് സി ഡിയും ഇത് എഫ് സി എയും. ശരിയല്ലേ? അപ്പോൾ ഇത് എത്രയാണെന്ന് അളക്കുക. എഫ് സി എ എന്ന് പറയുന്നത് എത്രയാണെന്ന് അളക്കുക. അപ്പോൾ എത്ര കിട്ടി? 3.3 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയത് 3.3 സെൻറ്റിമീറ്റർ ആണ്. ഇൻറ്റു സ്കെയിൽ ചെയ്യണം. 0.02 ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പം 3.3 ഇൻറ്റു 0.02 എന്ന് പറഞ്ഞ് ചെയ്യും. അപ്പോൾ കിട്ടിയത് 0.066 ആണ് എഫ് സി എ. എത്രയാണ്? കിലോഗ്രാം മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഇനി ഇപ്പുറത്തേതോ എഫ് സി ഡി എന്ന് പറയുമ്പോൾ എത്ര വരും? എഫ് സി ഡി എന്ന് പറയുമ്പോൾ ഞാൻ മെഷർ ചെയ്തപ്പോൾ എനിക്ക് 2.6 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, 2.6 സെൻറ്റിമീറ്റർ ഇൻറ്റു 0.02. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? അപ്പോൾ 0.052 എന്ന് കിട്ടി. 0.052 എന്ന് പറഞ്ഞ് കിട്ടി. കിലോഗ്രാം മീറ്റർ ആണ്. ഓക്കെ, ശരി. ഇനിയിപ്പം എഫ് സി എ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇതാണ് പോയിന്റ് എഫ് സി എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ 0.040 ഇൻറ്റു എം എ എന്ന് പറയുന്നതാണ്. എത്ര കിട്ടിയത്? 0.066 എന്ന് പറഞ്ഞ് കിട്ടിയത്. ഓക്കെ, അതുപോലെ എഫ് സി ഡി എന്ന് പറയുന്നത് എത്രയാണ്? 0.040 ഇൻറ്റു എം ഡി ചെയ്യുന്നതാണ്. എത്ര കിട്ടിയത്? 0.052 എന്ന് പറഞ്ഞ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എം എ കണ്ടുപിടിച്ചൂടെ? അതുപോലെ ഇതിൽ നിന്ന് എം ഡി കണ്ടുപിടിക്കാം. അപ്പം എം എ എന്ന് പറയുന്നത് എത്ര വരും? ഇത് ഇപ്പുറം പോകും. അപ്പം 0.066 ഡിവൈഡഡ് ബൈ 0.040 ചെയ്യുമ്പം 1.65 എന്ന് പറഞ്ഞു വരും. 1.65 കിലോഗ്രാം എന്ന് പറഞ്ഞു വരും. ഞാൻ എടുത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടെങ്കിൽ ആ വാല്യൂസ് മാറും കേട്ടോ. പക്ഷെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണെങ്കിലോ ഇതിപ്പുറം പോകുന്നിടത്ത് 0.52 ഡിവൈഡഡ് ബൈ 0.040 0.052 ആണ്. 0.52 ഡിവൈഡ് ബൈ 0.040 ചെയ്യുമ്പം 1.3 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം മാസ് ഓഫ് എ കണ്ടുപിടിച്ചു, മാസ് ഓഫ് ഡിയും കണ്ടുപിടിച്ചു. അതിൻ്റെ ആംഗിളും നമ്മളിവിടെ എ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡിൻ്റെ ആംഗിൾ നമ്മൾ കപ്പിൾ പോളിഗണിൽ നിന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം ഇനിയിപ്പം എന്തോന്നാണ്? ഇനിയിപ്പോൾ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനുള്ളത് ഇവിടെ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു വെച്ചില്ലേ? അതിൻ്റെ അകത്ത് നമ്മൾ എം ഡിയുടെ വാല്യൂ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടത്തില്ലേ? ശരി, അപ്പോൾ ആ ഒരു ഇക്വേഷൻ എടുത്ത് എഴുതാം. പോയിന്റ് കാണാമോ? 0.040 ഇൻറ്റു എം ഡി ഇൻറ്റു 0.75 പ്ലസ് എക്സ് എന്ന് പറയുന്നത് = 0.049 ആണ്. ഓക്കെ, എന്നത് 0.040 ഇൻറ്റു എം ഡി എന്ന് പറയുന്നത് എത്രയാണ്? 1.3 ഇൻറ്റു 0.75 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0.049. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതിനങ്ങനെ
കാൽക്കുലേറ്ററിൽ കറക്റ്റായിട്ട് അടിച്ചാൽ പോരെ. 0.040 ഇൻറ്റു 1.3 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ അകത്ത് 0.75 പ്ലസ് ആൽഫ എക്സ്, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ആൽഫ ഇസ് ഈക്വൽ ടു 0.049 ആണ് കിട്ടിയത്. അപ്പം ഷിഫ്റ്റ് സോൾവ് 0 ഇസ് ഈക്വൽ ടു എന്ന് അടിക്കുമ്പോൾ എത്ര കിട്ടും? എക്സിൻ്റെ വാല്യൂ 0.192 മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം കിട്ടിയില്ലേ? ചോദ്യം എന്നായിരുന്നു? മാസ് ഓഫ് എ കണ്ടുപിടിക്കുക. മാസ് ഓഫ് എ എന്ന് പറയുന്നത് 1.65 ആണ്. മാസ് ഓഫ് എ എന്ന് പറയുന്നത് 1.65 kg ആണ്. പിന്നെ മാസ് ഓഫ് ഡി എന്ന് പറയുന്നത് 1.3 kg ആണ്. ഇനി സിന്ന് ഡിയിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.192 മീറ്റർ ആണ്. ഓക്കെ, ഇനി തീറ്റ ഡി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചായിരുന്നു. ആംഗുലർ പൊസിഷൻ ഓഫ് പ്ലെയിൻ ഡി മെഷർഡ് ഫ്രം പ്ലെയിൻ ബി അല്ലേ, ബി ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് തീറ്റ ഡി ഇസ് ഈക്വൽ ടു എത്ര കൊടുക്കാം? 255 ഡിഗ്രി എന്നാണ് കിട്ടിയത്. ചിലപ്പം വേരിയേഷൻ വന്നേക്കാം, വരച്ചതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം അങ്ങനെ എഴുതിയേക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ മൊഡ്യൂൾ 5 എന്നുള്ള സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പർ. 4th മൊഡ്യൂളിൽ നിന്ന് 18A മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ചോദ്യമാണ് നമുക്ക് 4th മൊഡ്യൂളിൻ്റെ ORB ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ തിയറി ആയിട്ട് സ്പിൻ വെക്ടർ, പ്രിസിഷൻ വെക്ടർ കയറും, അത് നമ്മൾ തിയറി പാർട്ടി പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ പഠിച്ച ടോപ്പിക്ക്, അതിൽ നിന്ന് ഒറ്റ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. എന്തോന്നാണ് ചോദ്യം? ഇത് വന്നിട്ട് 1 അപ്ലൈഡ് ഫോഴ്സ് ആണ്, ഒരു സൈഡിലെ അപ്ലൈഡ് ഫോഴ്സ് ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ തന്നിരിക്കുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ട് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നോക്കാം ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്. മോഡൽ 4ൻ്റെ 17th ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് റഫ് ഫിഗർ വരയ്ക്കുക. റഫ് ഫിഗർ വരയ്ക്കുമ്പം ഇങ്ങനെ പോവും, ഇങ്ങനെ വരും, ഇങ്ങനെ വരും. ഇവിടെ ഇത്ര ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പാണ് അവരെന്തോന്ന് പറയുന്നത്? 12 mm ആണ് പറഞ്ഞത്. 12 mm ആണ് പറഞ്ഞത്, അതായത് 1.2 സെൻറ്റിമീറ്റർ. ഓക്കെ, പിന്നെ ഒ എ എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ടോർക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. എ ബി 18 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെയാണ് ഇത് വരുന്നത്. ഇവിടെ നിന്നൊരു 100 ന്യൂട്ടൻ്റെ ഒരു സംഭവം വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ശരി, അപ്പോൾ ആദ്യം ഞാൻ എന്തോന്ന് വരച്ചു? കോൺഫിഗറേഷൻ ഡയഗ്രാം വരയ്ക്കുക. കോൺഫിഗറേഷൻ ഡയഗ്രാം വൃത്തിക്ക് എഴുതിക്കൊള്ളുക. സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു എത്ര വരും? സ്കെയിൽ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു 6 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പാടാം. അപ്പോൾ 3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇതിനകത്താണെങ്കിൽ 0.6 എടുത്താൽ മതി. അത് നേരെ പകുതിയാക്കുക. 6ൻ്റെ പകുതി 3, 12ൻ്റെ പകുതി എന്ന് പറയുമ്പം 9 വരും. ഇവിടെ ഒരു 12 mm എന്ന് പറയുമ്പോൾ 1.2, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 0.6 ആയിട്ടും എടുക്കാം. അപ്പം എല്ലാം ഓക്കെയാണ്, സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ശരി, അപ്പം ഞാൻ ഇതിനെന്തോന്ന് എടുത്തു? 6/2 ചെയ്യണം, 3. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞെടുത്തു. അപ്പം 6/2 ചെയ്യാൻ നേരത്ത് എനിക്ക് 3 കിട്ടും. 18/2 ചെയ്യാൻ നേരത്ത് 9 കിട്ടും. ഓക്കെ, ഇവിടെ 12 mm ഉണ്ട്. ആ mm എന്ന് പറയുന്നതിന് /2 ചെയ്ത് കഴിയുമ്പം ചെയ്താൽ മതി. അപ്പം മെയിനായിട്ടുള്ളത് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെൻറ്റിമീറ്ററിൻ്റെ കേസിൽ തന്നെ സ്കെയിൽ എഴുതി. ഓക്കെ, ചെയ്യുമ്പോൾ മനസ്സിലാവും. ശരി, അപ്പം ആദ്യം ഞാൻ സ്ലൈഡർ ട്രാങ്കല്ലേ, അപ്പം ഞാനിതിനെ ഹോറിസോണ്ടലായിട്ട് ഒരെണ്ണം വരയ്ക്കുക. ഹോറിസോണ്ടലായിട്ട് ഞാൻ ജസ്റ്റ് വരച്ചു ഇങ്ങനെ. ഓക്കെ, ഹോറിസോണ്ടലായിട്ട് വരച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ പോയിൻ്റ് എടുത്തു, ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഇതിന് ഞാൻ O എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 60 ഡിഗ്രി എടുക്കണം. ഇവിടെ വെച്ചു, സൈഡും കറക്റ്റാക്കി 60 ഡിഗ്രി എടുത്തു. ഇതിന് എത്രയാണ്? 6/2 ചെയ്യണം. 6/2 ഡിവൈഡ് ബൈ സ്കെയിൽ ചെയ്യുമ്പം 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരും. അപ്പം 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇനിയിപ്പോൾ എന്തോന്നാണ്? 18/2 ചെയ്യുമ്പോൾ 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ കോമ്പസിൽ
9 സെൻറ്റിമീറ്റർ എടുത്തു. ഓക്കെ, ഇങ്ങനെ വരും. ശരി, ഇനി ഇതിൻ്റെ അകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ഒരു 12 mm ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ആക്സിസും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്സിസും ഇതും തമ്മിൽ 12 mm ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യുന്നു, ഇവിടെ നിന്നൊരു 12 mm എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും പകുതി ആക്കുന്നുണ്ട്. അപ്പം 0.6 ആയിട്ട് ഞാൻ എടുത്തു. 0.6 എന്ന് പറയുമ്പം ഇത് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു 2 ആയിട്ട് എടുക്കുക. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് അലൈൻ മാറിക്കാൻ പറ്റും. 0.6 എടുത്തിട്ട് ഞാൻ എന്തോന്ന് ചെയ്തു, അപ്പം ഈ പോയിൻ്റാണ് എന്തോന്ന് നമുക്ക് കിട്ടിയ ബി, ഇത് എ. ഓക്കെ, അതും കിട്ടി. ഇനിയിപ്പം ഇത് ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 100 ന്യൂട്ടൺ, F = 100 ന്യൂട്ടൺ. ഓക്കെ, അപ്പം ഇവിടെ ഞാനിതിനെ 12 mm ആയിട്ട് തന്നെ കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഇതിനെ 1.2 സെൻറ്റിമീറ്റർ ആക്കി. ഓക്കെ, അപ്പോൾ ഞാനെല്ലാം 2 സെൻറ്റിമീറ്റർ 1.2 അപ്പോൾ 0.6 എടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചു, മറ്റേ പുല്ല് കൊടുക്കണം, പുല്ല് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പം ഇതെത്രയായിരുന്നു, 60 ഡിഗ്രി ആയിരുന്നു. ഇതെത്രയായിരുന്നു, OA എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആണ്. ഇതെത്രയാണ്, 18 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് റെപ്രസെൻറ്റേഷനാണ്. ഇതിനെ ഞാൻ ബി എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അപ്പോൾ എല്ലാം വരച്ചു, ബി പേര് കൊടുത്തു. ഇത് ഓരോന്നും ഇവിടെ ഇത് എന്നുള്ള രീതിയിൽ തന്നെ. ശരി, ഇനിയിപ്പോൾ എന്താണെന്ന് ചെയ്യുക, ഫോഴ്സ് അടയാളപ്പെടുത്തുക. 1 2 3 4. ഓക്കെ, ഇനി അയൽവക്കം നമ്മൾ ഓക്കെ, ഇനിയിപ്പോൾ എന്തോന്നാണ്, മിനിമം കൺസ്ട്രെയിൻഡ് ഫോഴ്സായിട്ട് ഇത് വരും. നോർമലി നമ്മൾ വരയ്ക്കുന്ന പോലെ തന്നെ. അപ്പോൾ അടുത്ത എന്തോന്ന് എഴുതുക, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അപ്പം നമ്മൾ ആദ്യം എന്തോന്ന് എടുത്ത് വരയ്ക്കണം, ഇതിനെടുത്ത് വരയ്ക്കണം. ഇതിനെ റെഫറൻസ് പോലെ എടുത്ത് ഇവിടെ വെച്ചിട്ട് ഒരു 9 സെൻറ്റിമീറ്റർ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എത്രയാക്കി, ഓക്കെ. ഇനിയിപ്പോൾ അടുത്തെന്തോന്നാണ്, അടുത്ത അപ്ലൈഡ് ഫോഴ്സിലേക്ക് വരിക. അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതെടുക്കുക. ഇങ്ങനെ ഞാൻ ആ പോയിൻ്റായിട്ട് എടുത്തു. റെഫറൻസ്, അതായത് ഈ സംഭവത്തിനടുത്ത് ഞാനിവിടെ വരച്ചു. ഇതിൻ്റെ പേര് 34 അല്ലേ, ഇവിടെ F34 ഉണ്ട്, F ഉണ്ട്, F14 ഉണ്ട്. അപ്പോൾ F34 എടുത്ത് വരച്ചു. ഇതിപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ. എല്ലാം ടുവേർഡ്സ് ദ പോയിന്റ്. ഇതിൻ്റെ പേര് F14. ഇത്രയും ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് F ഉണ്ടല്ലോ, ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് വെക്റ്റർ ഡയഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്റ്റർ ഡയഗ്രാം സ്കെയിൽ ചെയ്യണ്ടേ, സ്കെയിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നതിന് ഞാൻ എത്രയായിട്ട് എടുത്തു, 25 ന്യൂട്ടനായിട്ട് എടുക്കാം. അപ്പോൾ എനിക്ക് 100/25 എന്ന് പറയുമ്പോൾ 4 കിട്ടും. 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, 25 ന്യൂട്ടൺ എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ 4 സെൻറ്റിമീറ്റർ എടുത്ത് ഞാൻ
എന്തോന്ന് വരയ്ക്കണം, ഇതിന് വരയ്ക്കണം. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ നമ്മൾ വരച്ചില്ലേ, ഇത് ആക്ച്വലി ഇത് F14 അല്ല. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഫ്രിക്ഷൻ്റെ ഒരു സംഭവം തന്നിരിക്കുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതായത് ഇതിപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യാൻ നേരത്ത് ഇത് ഫൈ ആംഗിൾ ഇങ്ങോട്ടേക്ക് നീങ്ങും. ഇതിപ്പോൾ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഉണ്ടല്ലോ, ഈ പെർപെൻഡിക്കുലർ ചെയ്യുന്നത് ഡയറക്റ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കത്തില്ല ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇതൊരു ഫൈ ആംഗിൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീങ്ങിയിട്ടായിരിക്കും ഇത് വരിക. അപ്പോൾ ഫൈ ആംഗിൾ എത്രയാണ് നീങ്ങുന്നതെന്നുള്ളത് കണ്ടുപിടിച്ച് ആ ആംഗിൾ മെഷർ ചെയ്ത് വേണം നമ്മളിവിടെ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പം ഫൈ കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ ടാൻ ഇൻവേഴ്സ് മ്യൂ. ഞാനത് ഇക്വേഷൻസ് ഒക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ. അപ്പോൾ ഈ മ്യൂ എന്ന് പറയുന്നതാണ് എന്തോന്ന്, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ടാൻ ഇൻവേഴ്സ്, ക്വസ്റ്റ്യനിൽ മ്യൂ എത്രയെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, 0.27 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ സ്ലൈഡർ ആൻഡ് ദ ഗൈഡ് ഈസ് 0.27. അപ്പോൾ 0.27 ആണ് മ്യൂ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0.27 എന്ന് പറഞ്ഞ് ചെയ്യുക. ഷിഫ്റ്റ് ടാൻ ഇൻവേഴ്സ് 0.27 ചെയ്ത് ബ്രാക്കറ്റ് അടിച്ച് ചെയ്യുമ്പം എത്ര വരും, 15.11 എന്ന് പറഞ്ഞ് വരും. അതാണ് ഫൈ ഈസ് ഈക്വൽ ടു 15.1 ഡിഗ്രി എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യണം, ഇവിടെ നമ്മൾ 90 ഡിഗ്രി എടുത്ത് വരച്ചില്ലേ, ഇതിന് നമ്മൾ ഫൈ ആംഗിൾ 15.1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. എന്നിട്ട് ഈ ഒരു ഇതിന് ഈ വരയ്ക്കുന്നതാണ് എന്തോന്ന്, F14. ഇവിടെ ഒരു ഫൈ ആംഗിൾ ഉണ്ട്. ഫൈ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് മ്യൂ ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0.27 ചെയ്തപ്പം എനിക്ക് എത്ര കിട്ടി, 15.11 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ വെക്റ്റർ ഡയഗ്രാമിലേക്ക് വരാം. ഇനി എല്ലാം നോർമലി വരയ്ക്കുന്ന പോലെ തന്നെ 18 വെക്റ്റർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് 25 ന്യൂട്ടൺ എടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ടൊരു പോയിന്റ് എടുക്കുക. എന്നിട്ട് ഞാൻ ഫോഴ്സിനെ വന്നിട്ട് 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. ഇതാണ് എന്തോന്ന്, ഫോഴ്സ് 100 ന്യൂട്ടൺ. ഇനിയിപ്പോൾ അടുത്തത് F14 എടുത്ത് റോൾ ചെയ്ത് വരയ്ക്കണം. ഇങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തു. ഓക്കെ, ഇനി F34 എടുത്ത് ഞാൻ അടുത്ത അറ്റം മുട്ടിച്ചുകൊണ്ട്, അപ്പം ഇതാണ് എന്തോന്ന്, ഇത് F14 അല്ലേ, ഇത് F ആയിരുന്നു, ഇത് മണ്ടക്കത്ത് എന്തോന്നാണ് F34. ഇനിയിപ്പോൾ ഇതിനെ മെഷർ ചെയ്താൽ പോരെ. ഇതിനെ മെഷർ ചെയ്യുമ്പോൾ F14 മെഷർ ചെയ്യുമ്പോൾ എത്ര കിട്ടും, എനിക്ക് 0.95 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ F14 = 0.95 സെൻറ്റിമീറ്റർ ഇൻറ്റു സ്കെയില് 25. ഓക്കെ, ഇതതുപോലെ എത്ര വരും, 3.85 എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് 3.85 സെൻറ്റിമീറ്റർ ഇൻറ്റു 25 എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പം ഞാനതിനെ 0.95 ഇൻറ്റു 25 ചെയ്തപ്പം 23.75 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് F14 കിട്ടി. തൊട്ട് താഴത്തേതിനെ ചെയ്തപ്പം 3.85 ഇൻറ്റു 25 ചെയ്തപ്പോഴത്തേക്കും 96.25 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് അതും കിട്ടി. ഇനിയിപ്പം നമുക്ക് ടോർക്കിൻ്റെ ലിങ്കിലേക്ക് പോവാം. ഇവിടെ ടോർക്ക് ഉണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്തില്ല. അപ്പോഴത്തേക്കും ഇതിനെ ഞാൻ പാരലെടുത്ത് 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. ഇതിന് ഞാൻ പാരലെടുത്തു, 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കണം. 3 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കും. മറ്റേ റെഫറൻസിനെ എടുത്ത് പാരലെടുത്തും വരച്ചു. ഓക്കെ, അതുപോലെ താഴെയും പാരലെടുത്ത് വരച്ചു. എന്നിട്ട് ഇവിടെ നിന്നൊരു പോയിന്റ് എടുത്തിട്ട് 90 ഡിഗ്രി എടുത്തു. ഇതിൻ്റെ പേര് ഇത് എയും ഇത് ഒയും അല്ലേ, ഇത് എ ആണ്, ഇത് ഒ ആണ്. ഇത് ഇവിടുത്തേതിൻ്റെത് F32 ആണ്. ഇതിൻ്റെ ഇവിടുത്തേത് വന്നിട്ട് F12 ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഡയറക്ഷൻ നോക്കണം. ഇത് ഇങ്ങോട്ടാണ്, ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും, F34 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ
ഡയറക്ഷൻ കപ്പിള്. ഇനിയിപ്പോൾ കപ്പിളിൻ്റെ ഇക്വേഷൻ എന്താണ്? കപ്പിൾ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു എച്ച് ആണ്. എന്നിട്ട് എഫ് എന്ന് പറയുന്നത് F32 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? F32 = ഒരു മിനിറ്റ്, F32 = ഇതിൻ്റെ അകത്ത് F34 ആണ്. ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് സംഭവം? F32 എന്ന് പറയുമ്പം അല്ല, എച്ച് എന്ന് പറയുമ്പം ഇതെനിക്ക് 2.8 കറക്റ്റായിട്ട് കിട്ടി. അപ്പം ഇതെനിക്ക് 2.8 ആണ്. H = 2.8 സെൻറ്റിമീറ്റർ ആണ്. അതിനെ ഞാൻ എന്തോന്ന് ചെയ്യുന്നു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ 2.8 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പം /100. അപ്പം 1, 2, അപ്പോൾ 0.028 മീറ്റർ എന്ന് പറഞ്ഞ് വരും അല്ലേ? ഓക്കെ, അപ്പം F32 എന്ന് പറയുന്നത് എത്രയാണ്? F34 തുല്യമാണ്. അപ്പം 96.25 ന്യൂട്ടൺ ഇൻറ്റു H എന്ന് പറയുന്നത് 0.028. അപ്പോൾ എത്ര വരും? 2.695 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞ് വരും കപ്പിള്. ഇതിനകത്ത് എനിക്കിപ്പോൾ കപ്പിള് ഞാനിപ്പം കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഇരിക്കുന്നത്. അപ്പം ടോർക്ക് എന്ന് പറയുന്ന സാധനം എത്രയാണ്? 2.695 ന്യൂട്ടൺ മീറ്റർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ്. ഞാൻ പഠിപ്പിക്കാൻ നേരത്തും പറഞ്ഞായിരുന്നു, എനിക്ക് അവസാനം ഈ ഡയറക്ഷൻ എടുക്കുന്നതിൻ്റെ അത്ര ഡൗട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. പിന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പിന്നെ ചെയ്ത് നോക്കുക. അപ്പോഴേ അത് എല്ലാം സ്മൂത്തായിട്ട് പെട്ടെന്ന് വരത്തുള്ളൂ. കാര്യം മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്താണ്? തേർഡ് മോഡ്യൂളിൽ നമുക്ക് 15 ഉണ്ട്, 16 ഉണ്ട്. 16ൻ്റെ ചോദ്യം റോക്കർ മോഷൻ, ഔട്ട്പുട്ട്, ഇൻപുട്ട് അതിൻ്റേത്. പിന്നെ ഡിസൈനർ സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസത്തിൻ്റെ കറണ്ട് ഇൻപുട്ട് ലിങ്ക്, ഔട്ട്പുട്ട് ലിങ്ക്, ഇൻപുട്ട് ലിങ്കിൻ്റെ ഒരു ഇതാണ് ഓർമ്മയും ചോദിച്ചിരിക്കുന്നത്. പരിപിടിയില്ല. ശരി, നമ്മൾ പഠിച്ചത് നോക്കാം. നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ഒറ്റ ഒരു ചോദ്യമാണ്. എന്തോന്നാണ് ചോദിച്ചിരിക്കുന്നത്? 14 മാർക്കിന് ഒറ്റ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ as shown in figure, the internal wheels and the normal function and the rotating. അപ്പോൾ ആദ്യം ഫിഗർ വരച്ചേക്കാം. ആദ്യം ഒരു വട്ടം, അതിൽ ഇത് ഇ എന്ന് പറയുന്ന ഗിയർ, ഇത് സി എന്ന് പറയുന്ന ഗിയർ, അകത്തിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഗിയർ, ഇത് എ എന്ന് പറയുന്ന ഗിയർ, ഇത് പുറത്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന, അകത്തിരിക്കുന്ന ബി എന്ന് പറയുന്ന ഗിയർ, ഇത് എഫ് എന്ന് പറയുന്ന ഗിയർ, ആമിൻ്റെ പേര് ജി. ഇത്രയാണ് സംഭവം. മനസ്സിലായോ? ഇതൊരു ഗിയർ ഇ, സി, ഡി വന്നിട്ട് അകത്തേത്, സി വന്നിട്ട് പുറത്തേത്. ഓക്കെ, പിന്നെ ഇത് ബി, ഇത് എ, ഇത് എഫ് എന്ന് പറയുന്നത്. ഈ ആമിനെ വിളിച്ചിരിക്കുന്ന പേര് ജി. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചോദ്യം? ഞാൻ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ as shown in figure 4, the internal wheels A and B and the compound wheels C and D. സി യും ഡിയും എന്താണ്? കോമ്പൗണ്ട് വീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സി ഓർ ഡി എന്ന് നമുക്ക് അപ്പോഴേ സൈഡിൽ എഴുതി വെക്കാം. എ ആൻഡ് ബി ഇൻറ്റേർണൽ വീൽസ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ ടീത്ത് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് കാണുമ്പോഴേ നമുക്കറിയാം. ഇതുമായിട്ട് ഇ എന്ന് പറയുന്ന സംഭവമായിട്ട് എ മുട്ടിയിരിക്കുന്നു, ബി എന്ന് പറയുന്ന സാധനം എഫ് ആയിട്ട് മുട്ടിയിരിക്കുന്നു. ഓക്കെ, സി ആൻഡ് ഡി റൊട്ടേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി എബൌട്ട് ആക്സിസ് ഒ. ഈ നടുക്ക് ഇതിൻ്റെ ഒറിജിനാണ് ഒ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. ദ വീൽസ് ഇ ആൻഡ് എഫ് റൊട്ടേറ്റ്സ് ഓൺ പിൻസ് ഫിക്സ്ഡ് ഓൺ ദ ആം ജി ഇ. ജി ഇ ആണ്, അല്ല ആമ് ജി, ജീനെയാണ് ആമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഗിയർസ് വിത്ത് എ ആൻഡ് സി, എയും സിയും ആയിട്ടാണ് ഈ മുട്ടിയിരിക്കുന്നത്.
എഫ് ഗിയർസ് വിത്ത് എഫ് എന്ന് പറയുന്നത് ബിയും ഡിയും ആയിട്ടാണ് മുട്ടിയിരിക്കുന്നത്. ഓക്കെ, ഓൾ വിൽ ഹാവ് ദ സെയിം മോഡ്യൂൾ ആൻഡ് നമ്പർ ഓഫ് ടീത്ത്സ് ആർ സെയിം മോഡ്യൂളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് ടീത്ത് പറയുക. ഓക്കെ, ടി സി എത്രയാണെന്ന് പറയുന്നുണ്ട് അവർ 28, ടി ഡി എത്രയാണെന്ന് പറയുന്നുണ്ട് 26, ടി ഇ ഈക്വൽ ടു ടി എഫ് ഈക്വൽ ടു 18. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ അകത്ത് ജസ്റ്റ് ഇതിനെ മെൻഷൻ ചെയ്തിരിക്കുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. പിന്നെ അവർ ഇതിൻ്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ആരാ? സി ഡി ഇ എഫ് ഉണ്ട്. ആമെന്ന് പറയുന്നതാണ് ജി. എയും ബിൻ്റെയും ടീത്താണ് ഇല്ലാത്തത്. അപ്പം എയും ബിൻ്റെ ടീത്ത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. അപ്പം എ എന്ന് പറയുന്നത് ഫുൾ ഇത്. അപ്പം സെൻറ്ററിൽ നിന്ന് എടുക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് സിൻ്റെ റേഡിയസ് പ്ലസ് സിൻ്റെ റേഡിയസ് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതുള്ളത് ഫുള്ള് ഇൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇതാണ് എന്തോന്ന് നമ്മുടെ എൻ്റെ റേഡിയസ്. അപ്പം ഇതിനെ നമ്മൾ വന്നിട്ട് ടീത്തിൻ്റെ രീതിയിൽ എഴുതുവാണെങ്കിൽ TA/2 ഇസ് ഈക്വൽ ടു TC/2 പ്ലസ് TE എന്ന് തന്നെ ഫുള്ളായിട്ട് വരും. ഓക്കെ, അപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തോന്ന് കിട്ടും? TA കിട്ടത്തില്ലേ? ഇനി അതുപോലെ തന്നെ ബിൻ്റെ കാര്യം. ബി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എടുത്തു ഇവിടം വരെ ഉണ്ട്. ഓക്കെ, അപ്പം എഫിൻ്റെ ഫുള്ളും പ്ലസ് ഡിൻ്റെ പകുതിയും. ഇതാണ് എന്തോന്ന്? ബിൻ്റെ പകുതി. അപ്പോൾ ഇതിനെ ഡിൻ്റെ കേസിൽ എഴുതുവാണെങ്കിൽ നമുക്കിതിനെ എന്നിട്ട് ഇതിനെ ടീത്തിൻ്റെ കേസിൽ എഴുതാം. അപ്പം TB/2 ഇസ് ഈക്വൽ ടു TF പ്ലസ് TD/2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്തോന്ന് കിട്ടും? നമുക്ക് TB കിട്ടും. ഓക്കെ, TB കിട്ടും. ശരിയല്ലേ? എ എന്ന് പറയുന്ന സാധനം ഇവിടെ നിന്ന് ഇവിടം വരെയാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറയുമ്പം ഇവിടെ നിന്ന് സിൻ്റെ റേഡിയസും ഇൻ്റെ ഡയമീറ്ററും ഓക്കെ, ഇപ്പുറത്തെ സൈഡിലോ ഡിൻ്റെ റേഡിയസും എഫിൻ്റെ ഡയമീറ്ററും അതാണ് ബി. ഓക്കെ, ടി സി എന്ന് പറയുന്നത് എത്രയാണ്? 28 പ്ലസ് ടി ഇ എന്ന് പറയുന്നത് 18. എത്ര വരും? 64 എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പോൾ ടി ബി ചെയ്യാൻ നേരത്തോ ടി ഡി എന്ന് പറയുന്നത് 26, 62 എന്ന് പറഞ്ഞ് കിട്ടും. ടി എയും ടി ബിയും കിട്ടി. അതാണ് നമുക്ക് ചോദ്യത്തിൻ്റെ അകത്തെ ഫസ്റ്റ് വന്നിട്ട് സ്കെച്ച് ദ അറേഞ്ച്മെൻ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത് വന്നിട്ട് ഫൈൻഡ് ദ നമ്പർ ഓഫ് ടീത്ത് ഓൺ എ ആൻഡ് ബി. അപ്പോൾ എയും ബിയും കണ്ടുപിടിച്ചു. സ്കെച്ച് ദ അറേഞ്ച്മെൻ്റ് ആണ് നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ നീറ്റായിട്ട് സെറ്റായിട്ടൊന്ന് വരച്ചേക്കാം. സ്കെയിൽ ഉപയോഗിച്ച് എല്ലാം മറ്റേ കോമ്പോസിറ്റ് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെച്ച് വരച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് 1, ഇതാണ് 2. ഓക്കെ, ടി എ എങ്ങനെ കണ്ടുപിടിച്ചു, ടി ബിയും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അടുത്തത് അവർ 2 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്തോന്ന് വരയ്ക്കണം? ബോക്സ് വരയ്ക്കണം. അപ്പോൾ ബോക്സ് വരച്ച് നോക്കാം. ആദ്യം സ്റ്റെപ്പ് നമ്പർ അതിനുശേഷം കണ്ടീഷൻ ഓഫ് മോഷൻ അതിനുശേഷം ആം. ഇതിൻ്റെ ആം എന്ന് പറയുന്നത് ജി ആണ്. സ്പീഡ് ഓഫ് ആം ജി. ഓക്കെ, സ്പീഡ് ഓഫ് ആം ജി അതായത് NG. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി പുറത്തേക്ക് വരാൻ പോകും. അപ്പോൾ ഞാൻ ഡിയിൽ തുടങ്ങുക. അല്ലെങ്കിൽ എനിക്ക് പുറത്ത് നിന്ന് തുടങ്ങി എനിക്ക് അകത്തേക്കും വരാം. അപ്പോൾ എങ്ങനെ ഞാൻ തുടങ്ങണം? നമ്മളെപ്പോഴും അകത്തുനിന്ന് തുടങ്ങിയാലേ പുറത്തേക്ക് പോകുന്നേ. അങ്ങനെ തന്നെ ഞാൻ തുടങ്ങാം. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ NC അതായത് സ്പീഡ് ഓഫ് ഗിയർ സി ഓർ സ്പീഡ് ഓഫ് ഗിയർ ഡി. കാരണം അതെന്തോന്നാണ്? ഒരു കോമ്പൗണ്ട് ഗിയർ ട്രെയിനല്ലേ സി ഓർ ഡി. അപ്പം ഗിയർ ഡി എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ അതിനർത്ഥം NC അല്ലെങ്കിൽ ND എന്നാണ്. ഓക്കെ, NC അല്ലെങ്കിൽ ND അതിനൊരു കോളം. ഇനിയിപ്പം അടുത്തത് എന്തോന്നാണ്? എഫും ഇയും ഉണ്ട്.
അപ്പോൾ ഞാൻ എഫ് എഴുതുന്നു, ഇ എഴുതുന്നു. സ്പീഡ് ഓഫ് ഗിയർ എഫ്, ഗിയർ എഫ്, അതിനെ ഞാൻ എൻ എഫ് എന്ന് എഴുതി. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ഗിയർ ഇ, അതിന് ഞാൻ എന്തെന്ന് എഴുതി, എൻ ഇ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് സ്പീഡ് ഓഫ് ഗിയർ ബി. അപ്പോൾ ഞാൻ എന്തെന്ന് എഴുതി, എൻ ബി എന്ന് പറഞ്ഞ് എഴുതി. സ്പീഡ് ഓഫ് ഗിയർ എ, അതിന് ഞാൻ എന്തെന്ന് എഴുതി, എൻ എ എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ. സ്റ്റെപ്പ് നമ്പർ കണ്ടീഷൻ ഓഫ് മോഷൻ, സ്പീഡ് ഓഫ് ആം ജി, അതായത് എൻ ജി, സ്പീഡ് ഓഫ് ഗിയർ സി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഗിയർ ഡി, എൻ സി ഓർ എൻ ഡി. കാരണം എന്താ, ഇതൊരു കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ ആണ്. ഓർമ്മിട്ടേ എഴുതാവുള്ളൂ. കാരണം ഒരു ഷാഫ്റ്റിലാണ് ഈ രണ്ട് ഗിയറും വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെ സ്പീഡ് ഒന്നാണ്. ഓക്കെ. സ്പീഡ് ഓഫ് ഗിയർ എഫ്, അതിനെ ഞാൻ എൻ എഫ് എന്ന് കൊടുത്തു. സ്പീഡ് ഓഫ് ഗിയർ ഇ, അതിനെ എൻ ഇ എന്ന് കൊടുത്തു. സ്പീഡ് ഓഫ് ഗിയർ ബി എൻ ബി, സ്പീഡ് ഓഫ് ഗിയർ എ എൻ എ. ഓക്കെ അല്ലേ? ശരി. ഇനിയിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടീഷൻ ഓഫ് മോഷൻ എന്നാ, ആം ഫിക്സഡ് ആണ്, എന്നിട്ട് റെവല്യൂഷൻ ടു ഗിയർ, ആമിന് തൊട്ടപ്പുറം എഴുതിയിരിക്കുന്ന ആരാ, സി, ടു ഗിയർ സി ഓർ ഡി എന്ന് പറഞ്ഞ് കൊടുത്തു. അല്ല, +1 റെവല്യൂഷനാണ്. ഓക്കെ. പിന്നെ ഞാനിവിടെ സൈഡിൽ ഒരു കാര്യം കൂടെ എഴുതുക. പ്ലസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ക്ലോക്ക് വൈസ് എന്നും മൈനസ് എന്ന് പറഞ്ഞാൽ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്നോ എടുക്കുന്നതെന്ന് പറഞ്ഞിപ്പോൾ എഴുതി. ഓക്കെ. അപ്പോൾ +1 എന്ന് പറയുമ്പോൾ ഞാൻ എന്തോന്നാണ് എടുക്കേണ്ടത്, ഒരു റൊട്ടേഷനാണ് ക്ലോക്ക് വൈസിൽ എടുക്കേണ്ടത്. ഓക്കെ. ഓക്കെ. അപ്പം സ്പീഡ് ഓഫ് ഗിയർ എഫ് എങ്ങനെ വരും, ഇതിനെ ഇപ്പോൾ ക്ലോക്ക് വൈസ് കറക്കിയാലും ഇതിനെ ക്ലോക്ക് വൈസ് കറക്കിയാലും ഈ എഫ് എന്ന് പറയുന്ന സാധനം എങ്ങനെ കറങ്ങും, ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. എക്സ്റ്റേണൽ ഗിയേഴ്സ് അല്ലേ, ഇത് ക്ലോക്ക് വൈസ് കറങ്ങുമ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. അപ്പോഴത്തേക്കും ഇത് മൈനസ് എന്ന് പറഞ്ഞ് വരും. ഓക്കെ. നമ്മളിപ്പോൾ എൻ എഫിൻ്റെ ആണ് എഴുതേണ്ടത്. എൻ എഫ് എന്ന് പറയുന്നത് എൻ എഫ് ബൈ ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്, എൻ എഫ് എന്ന് പറയുന്ന സാധനം ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്, എഫ് എന്ന് പറയുന്ന ഗിയർ ഡി യു ആയിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ ഡി ഈക്വൽ ടു മറ്റേ രീതിയിൽ എഴുതുമ്പോൾ ടി ഡി ബൈ ടി എഫ്. ഓക്കെ. ഈ എൻ ഡി അപ്പുറം പോകുമ്പോൾ ടി ഡി ബൈ ടി എഫ് ഇൻറ്റു എൻ ഡി എന്ന് പറഞ്ഞ് വരും. ഇതാണ് എന്തോന്ന്, എൻ എഫ്. ഇതിനകത്ത് എൻ ഡി നമ്മൾ എന്തോന്ന് +1 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ടി ഡി ബൈ ടി എഫ്, ഡയറക്ഷൻ മൈനസ് ആണ്. അപ്പോൾ -ടി ഡി ബൈ ടി എഫ് എന്ന് പറഞ്ഞു കൊടുത്തു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ അടുത്തത് ഇ. ഇ എന്ന് പറയുന്ന നേരത്ത് നമ്മൾ അടുത്ത് അങ്ങനെ എഴുതി വെക്കുക, എൻ ഇ. ഓക്കെ. എൻ ഇ എന്ന് പറയുന്നത് എൻ ഇ ബൈ എന്നെ ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്, ഇ എന്ന് പറയുന്ന സാധനം സി യു ആയിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇ എന്ന് പറയുന്ന ഗിയർ സി യു ആയിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ സി ഈക്വൽ ടു ഇതിന് ഓപ്പോസിറ്റിൽ എഴുതുക, ടി സി ബൈ ടി ഇ എന്ന് പറഞ്ഞ് എഴുതുക. ഈ എൻ സി അപ്പുറം പോകും. അപ്പോൾ എത്ര വരും, ഈ എൻ സിക്കാണല്ലോ നമ്മൾ 1 കൊടുത്തത്, ഇവിടെ എൻ സിക്കാണല്ലോ നമ്മൾ +1 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് +1 ആകുമ്പോൾ ടി സി ബൈ ടി ഇ എന്ന് പറഞ്ഞാവും. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഇതെങ്ങനെ കറങ്ങും, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങത്തില്ലേ. അപ്പം ഇതിൻ്റെ ഇത് മൈനസാണ്. അപ്പോൾ മൈനസ് എത്ര വരും, ടി സി ബൈ ടി ഇ എന്ന് പറഞ്ഞ് വരും. ശരി. ഓക്കെ. ഇനിയിപ്പോൾ എൻ ബി എന്ന് പറയുമ്പോൾ അടുത്ത് എങ്ങനെ എഴുതണം, എൻ ബി എന്ന് എഴുതുക. എൻ ബി അപ്പോൾ ആരെയാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്, എൻ ബി എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇത് ആരെയാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്, എഫിനെയാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം എൻ എഫ്, അപ്പം ബാക്കി എങ്ങനെ എഴുതും, ടി എഫ് ബൈ ടി ബി എന്ന് പറഞ്ഞ് എഴുതും. ശരിയല്ലേ? ഇതിൻ്റെ അകത്ത് എഫ് ഇപ്പുറവും, അപ്പം ഇങ്ങനെയാവും. അപ്പം എഫിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്, ടി ഡി ബൈ ടി എഫ് എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ടി എഫ് ബൈ ടി ബി ഇൻറ്റു എൻ എഫ് എന്ന് പറയുന്നത് ടി ഡി ബൈ ടി എഫ്. അപ്പോൾ എഴുതിയിരിക്കുന്നത് ശരിയാണെങ്കിൽ ഇങ്ങനെ വെട്ടിപ്പോകുമല്ലോ. അപ്പോൾ നമുക്ക് എന്തോന്ന് കിട്ടും, ടി ഡി ബൈ ടി ബി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഡയറക്ഷൻ എങ്ങനെയാണ്, നമ്മളിപ്പോൾ എഫിൻ്റെ അല്ലേ നോക്കുന്നത്, അല്ല ബീൻ്റെ അല്ലേ നോക്കുന്നത്. ബി എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഗിയറിൻ്റെ. അപ്പോൾ ബി വന്നിട്ട് ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങുവാണെങ്കിൽ ഇതെങ്ങനെ കറങ്ങും, ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ കറങ്ങും, കാരണം ഇൻറ്റേർണൽ ഗിയർ അല്ലേ. അപ്പം അതേ ഡയറക്ഷൻ തന്നെ, മൈനസ് എത്രയാണ്, ടി ഡി ബൈ ടി ബി. ഓക്കെ. ശരി. ഇനിയിപ്പോൾ അടുത്ത എൻ എ. ഇപ്പോൾ എൻ എന്ന് പറയുമ്പോൾ അടുത്ത എൻ എന്ന് എഴുതുക, എൻ എ. എന്നാന്ന് പറഞ്ഞ് എഴുതാം. എൻ എന്ന് പറയുമ്പം എൻ എ ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്, എൻ എ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ആരുമായിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്, ഇ യു ആയിട്ടാണ് തൊട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ബൈ എൻ ഇ. അപ്പം മറ്റേത് എങ്ങനെ എഴുതും, ടി ഇ ബൈ ടി എ എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ.
അതിൻ്റെ അകത്ത് എന്നിനെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു എൻ ഇ എന്ന് പറഞ്ഞാവും. ഓക്കെ, എന്നിട്ട് എന്നിയുടെ ഇക്വേഷൻ എന്തോന്നാണ്? എൻ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ടി സി ബൈ ടി ഇ. അപ്പോൾ ടി ഇ ബൈ ടി എ എന്ന് പറയുന്നത് ടി സി ബൈ ടി ഇ ആണ്. അപ്പോൾ ഈ ശരിയായിട്ട് എഴുതിയിരിക്കുന്നെങ്കിൽ ഇതൊന്നും പറ്റും. അപ്പം ടി സി ബൈ ടി എ എന്ന് പറഞ്ഞ് വരും. ശരിയല്ലേ? അപ്പം ടി സി ബൈ ടി എ, ടി സി ബൈ ടി എ. ഇതിൻ്റെ ഡയറക്ഷനോ ഈ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എയും എങ്ങനെ കറങ്ങും? ആൻറ്റി ക്ലോക്ക് വൈസ് തന്നെ കറങ്ങും. ഓക്കെ, അപ്പോഴത്തേക്കും എന്തോന്ന് വരും? ഇത് മൈനസ് തന്നെ വരും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോൾ ബാക്കി എഴുതാമല്ലോ. ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി 2 ആം ഫിക്സഡ് പ്ലസ് എക്സ് റവല്യൂഷൻ 2 ഗിയർ സി ഓവർ ഡി. അപ്പോൾ ഇത് 0 വരും, ഇത് പ്ലസ് എക്സ് വരും. അപ്പോൾ മൈനസ് എക്സ് ടി ഡി ബൈ ടി എഫ് എന്ന് പറഞ്ഞ് വരും. എല്ലാത്തിനും അത് തന്നെ ടി സി ബൈ ടി ഇ, ഇവിടെ എക്സ് ഉണ്ട്. മൈനസ് എക്സ് ടി ഡി ബൈ ടി ബി എന്ന് പറഞ്ഞ് വരും. അതുപോലെ തന്നെ ഇത് മൈനസ് എക്സ് ടി സി ബൈ ടി എ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തത് ആഡ് y to all elements. Add y to all elements. Adding y to all elements. Plus y plus y plus y plus y plus y plus y. ഓക്കെ, ഇനിയിപ്പോൾ ഫൈനൽ. അപ്പോൾ എന്താണ്? ടോട്ടൽ മോഷൻ. ടോട്ടൽ മോഷൻ ഇതപ്പോൾ എങ്ങനെ എഴുതാം? ആമിൻ്റെ സ്പീഡിനെ y, എൻ സി ഓർ എൻ ഡി എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇതിനെങ്ങനെ എഴുതാം? മൈനസ് എക്സ് ഇൻറ്റു ടി ഡി ബൈ ടി എഫ് പ്ലസ് വൈ എന്ന് പറഞ്ഞ് വരും. ഇതെങ്ങനെ വരും? മൈനസ് എക്സ് ഇൻറ്റു ടി സി ബൈ ടി ഇ പ്ലസ് വൈ എന്ന് പറഞ്ഞ് വരും. ഇതെങ്ങനെ വരും? മൈനസ് എക്സ് ഇൻറ്റു ടി ഡി ബൈ ടി ബി പ്ലസ് വൈ എന്ന് പറഞ്ഞ് വരും. ഇതെങ്ങനെ വരും? മൈനസ് എക്സ് ഇൻറ്റു ടി സി ബൈ ടി എ പ്ലസ് വൈ എന്ന് പറഞ്ഞ് വരും. ഓക്കെ ഓക്കെ അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇക്വേഷൻ, ഫൈനലായിട്ടുള്ള ഇക്വേഷൻസ് കിട്ടി. ഇനിയിപ്പോൾ കണ്ടീഷൻ എന്തോന്നാണ്? ദ ആം ജി മേക്സ് 100 RPM ക്ലോക്ക് വൈസ്. ആം ജി എന്ന് പറയുമ്പം എൻ ജി എന്ന് പറയുന്നത് 100 RPM ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസിനെ നമ്മൾ പ്ലസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം പ്ലസ് 100. ആൻഡ് എ ഈസ് ഫിക്സഡ്. എ എന്ന് പറയുന്ന സാധനം ഫിക്സഡ് ആണ്. അപ്പോൾ എൻ ഓഫ് എ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനി അടുത്തത് അവരെന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ബി. അപ്പം എൻ ബി കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശരി, അത് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് അടുത്തേക്ക് വരാം അല്ലേ? ശരി, അപ്പോൾ ഇതിനെ നമ്മളിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം. എൻ ജി എന്ന് പറയുന്നത് 100. അപ്പോൾ എൻ ജി എന്ന് പറയുന്നത് y is equal to 100 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, എൻ എ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ ഇവിടെയാണ്. അതെന്തോന്നാണ്? മൈനസ് എക്സ് ടി സി ബൈ ടി എ പ്ലസ് വൈ എന്ന് പറയുന്നത് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എക്സിൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ടി സി അറിയാലോ. ടി സി എത്രയാണ്? ടി സി എന്ന് പറയുന്ന സാധനം 28. ഓക്കെ, ടി സി എന്ന് പറയുന്ന സാധനം 28 ബൈ ടി എ എന്ന് പറയുന്ന സാധനം എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 64. ഇത് ഇൻറ്റു ആണ്. പ്ലസ് വൈ എന്ന് പറയുന്ന സാധനം 100 ആണ്. ഇസ് ഈക്വൽ ടു 0. അപ്പം ഇതിനെ കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടത്തില്ലേ? ശരി, അടിക്കാം. ഓക്കെ, മൈനസ് ആൽഫ എക്സ് ഇൻറ്റു 28 ബൈ 64 പ്ലസ് 100 ആൽഫ ഇസ് ഈക്വൽ ടു 0 അടിച്ചിട്ട് ഷിഫ്റ്റ് സോൾവ് 0 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? എക്സ് എന്ന് പറയുന്ന സാധനം 228.57 എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് എക്സ്. ഓക്കെ, അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. ഇനിയിപ്പം എൻ ബി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇക്വേഷൻ എന്തുവാ? എൻ ബി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇക്വേഷൻ എന്തോന്നാണ്? മൈനസ് എക്സ് ടി ഡി ബൈ ടി ബി പ്ലസ് വൈ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. എൻ്റെ എക്സിൻ്റെ വാല്യൂ അറിയാം. മൈനസ് ഓഫ് 228.57 ഇൻറ്റു ടി ഡി എത്രയാണ്? ടി ഡി 26, ടി ബി നമ്മൾ കണ്ടുപിടിച്ചു 62. ഓക്കെ, ഇനി പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 100. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും? ഇത് ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും? 228.57 എന്നിട്ട്
26/62 പ്ലസ് 100 എന്ന് ചെയ്യുമ്പം NB എന്ന് പറയുന്ന സാധനം 4.14 എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത്. 148 എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനർത്ഥം ഇത് 4.148 RPM കറങ്ങുന്നത്. ഡയറക്ഷൻ എന്തോന്നാണ്? ക്ലോക്ക് വൈസ്. ഇത് പോസിറ്റീവിലല്ലേ കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ക്ലോക്ക് വൈസ് ആണെന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ആ ഒരു കണ്ടീഷൻ്റെ ഉള്ള ഉത്തരം ഇതാണ്. ഇനിയിപ്പോൾ അടുത്ത കണ്ടീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് നാലാമത്തേൻ്റെത് എന്തോന്നാണ്? ടാം G മേക്സ് 100 RPM. അത് NG എന്ന് പറയുന്നത് 100 RPM ആണ്, ക്ലോക്ക് വൈസ് തന്നെ, അപ്പോൾ പോസിറ്റീവ്. ആൻഡ് വീൽ A മേക്സ് 10 RPM. അതായത് NA എന്ന് പറയുന്നത് 10 RPM കൗണ്ടർ ക്ലോക്ക് വൈസ്, അപ്പോൾ -10 എന്ന് കൊടുക്കുക. അപ്പം NB എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇക്വേഷൻ Y എന്ന് പറയുന്നത് എത്രയാണ്? 100 തന്നെ. NA എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇവിടെ എത്ര വരും? -x TC/TA പ്ലസ് y എന്ന് -x TC എന്ന് പറയുന്നത് 28/64 പ്ലസ് 100 ഇസിക്കൽ ടു -10 എന്ന് പറഞ്ഞ് വരും. ഇത് -10 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോന്ന് കിട്ടും? x കിട്ടത്തില്ലേ? x എത്ര കിട്ടും? -x എന്ന് പറയുമ്പം -α(x), ഓക്കെ, ഇൻറ്റു 28/64 പ്ലസ് 100 ആൽഫ ഇസിക്കൽ ടു -10 ഷിഫ്റ്റ് സോൾവ് 0 251.428 എന്ന് പറഞ്ഞ് കിട്ടും. എന്തോന്ന്? x. ഇനിയിപ്പോൾ നമുക്ക് b കണ്ടുപിടിച്ചൂടെ? NB കണ്ടുപിടിച്ചോടെ. NBയുടെ ഇക്വേഷൻ ഇതാണ്. NBയുടെ ഇക്വേഷൻ. NBയുടെ ഇക്വേഷൻ ഇതാണ്. അപ്പം -x എന്ന് പറയുമ്പോൾ -251.428 ഇൻറ്റു TD എന്ന് പറയുന്നത് 26/62 പ്ലസ് y എത്രയാണ്? 100 ചെയ്യുമ്പോൾ എത്ര വരും? -251.428 ചെയ്യാൻ നേരത്തെ എത്ര വരും? -5.437 എന്ന് പറഞ്ഞ് വരും. അതിൻ്റെ അകത്ത് 5.437 ആണ് എന്തോന്ന്? RPM. ഇതിൻ്റെ ഡയറക്ഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഡയറക്ഷൻ. സെക്കൻഡിൻ്റെ അകത്ത് RPM ചെയ്ത് കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം. വളരെ സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കോമ്പൗണ്ട് ആണെങ്കിൽ അതിനെ ഓവറിട്ട് എഴുതുക, അതിനുശേഷം ബാക്കി നമ്മൾ ചെയ്യുക. ഓരോന്നിനും സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ചെയ്ത് നോക്കിക്കഴിയുമ്പം നമുക്ക് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ തേർഡ് മോഡ്യൂളിൽ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് സെക്കൻഡ് മോഡ്യൂൾ കോറിയോളിസ് കമ്പൗണ്ട് ഓഫ് അക്സലറേഷൻ. അത് മൊത്തം 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചതാണ്, പിന്നെ പറഞ്ഞതാണ്. അതിനുശേഷം ആക്സലറേഷൻ അത് വന്നിട്ട് ഓർ ബി എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ചതെന്ന് തന്നെ ചോദിച്ചിരിക്കുന്നത് 14 മാർക്കിന് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്തോന്നാണ്? ക്യാം റൊട്ടേറ്റിംഗ് അറ്റ് 150 RPM ഓപ്പറേറ്റ്സ് എ റെസിപ്രോക്കേറ്റിംഗ് ഫോളോവർ ഓഫ് റേഡിയസ് 2.5 cm. അപ്പം നമുക്ക് എന്തോന്നാണ്? റോളറിന് ഉള്ള റേഡിയസ് ആണ് 2.5 cm. ഇവിടെ RPM തന്നിട്ടുണ്ട് 150 RPM. ഓക്കെ, 150 RPM എന്ന് പറഞ്ഞ് തന്നു 14ാമത്തെ ക്വസ്റ്റ്യന്. ഓക്കെ, 150 RPM തന്നു. ഇനി റേഡിയസ് എന്തിൻ്റെ റേഡിയസ് ആണ്? ഫോളോവറിൻ്റെ റേഡിയസ്. അപ്പം അതൊരു റോളറാണ്. ഇപ്പോൾ 2.5 cm എന്ന് പറഞ്ഞ് എടുത്തു. ദ ഫോളോവർ ആക്സ് ഓഫ് സെറ്റ് ഉണ്ട്. എത്രയാണ്? 2.5 cm ആണ് ടു ദ റൈറ്റ്. ഓക്കെ, ടു ദ റൈറ്റ് സൈഡ്. ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ദ ക്യാം ഈസ് 5 cm. അത് മിനിമം റേഡിയസ് ഓഫ് ദ ക്യാം എന്ന് പറയുന്നത് 5 cm ആണ്. അപ്പോൾ 5 cm എടുത്തൊരു ക്യാം വരയ്ക്കുക. അതിൻ്റെ അകത്ത് 2.5 cm എടുത്തൊരു ഓഫ്സെറ്റ് സർക്കിൾ സെൻറ്ററിൽ വെച്ച് തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ട് മണ്ടിക്കോട്ട് വരച്ചിട്ട് അവിടെ നിന്ന് ഒരു റോളറിൻ്റെ റേഡിയസ് ഒരു 2.5 cm എടുത്ത് റോളറിൻ്റെ റേഡിയസും കൂടെ വരയ്ക്കുക.
വരച്ചിട്ട് റോളറിൻ്റെ സെൻറ്റർ ഇല്ലേ, അവിടെ നിന്ന് ക്യാമിൻ്റെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്നതാണ് എന്തോന്ന് OA. അങ്ങനെ വെച്ച് വേണം ആംഗിൾ എടുക്കാൻ. ശരി, ഇനി ആംഗിൾ എടുക്കുമ്പോൾ ഇത് റൈറ്റിലേക്കാണോ കറങ്ങുന്നത് ലെഫ്റ്റിലേക്കാണോ കറങ്ങുന്നത് നോക്കണം. അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ക്യാം റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസിൽ നമ്മൾ എന്തോന്ന് ചെയ്യണം, ആംഗിൾ എടുക്കണം. ശരി, ഇതിൻ്റെ ബാക്കി നോക്കാം. സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ, അതായത് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള സാധനങ്ങളാണ്. അസെൻഡ് ആൻഡ് ഡിസെൻഡ് വിൽ ടേക്ക് പ്ലേസ് ബൈ യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ. അസെൻഡും ഡിസെൻഡും യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആണ്. θO എന്ന് പറയുന്നത് എത്രയാണ്? അസെൻഡ് എന്ന് പറയുന്നത് 75 ഡിഗ്രി, ഡിസെൻഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡ്വെൽ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ഇത്ര കാര്യം മനസ്സിലാക്കി. ഡ്രോ ദ ക്യാം പ്രൊഫൈൽ. ഓൾസോ സ്കെച്ച് വെലോസിറ്റി ആൻഡ് അസലറേഷൻ ഡയഗ്രാം ആൻഡ് മാർക്ക് സാലിയൻറ്റ് വാല്യൂസ്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള സാധനം നമുക്ക് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെ? പെട്ടെന്ന് ഓടിച്ചുവിട്ട് പറയാം. ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് 75, 60, 90. ഇത് മൂന്നും കൂട്ടാൻ നേരത്ത് 265 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ θD എന്ന് പറയുന്നത് 360 മൈനസ് 225 ആണ്. അപ്പോൾ 225 നമുക്കിവിടെ വേറെ ഒരു കാര്യത്തിനും കൂടെ വേണം, അത് ഞാൻ പറയാം. അപ്പോൾ റിമൈനിങ് ഡ്വെൽ ഇതിൻ്റെ അകത്ത് എത്രയാണ്? 135 ഡിഗ്രിയാണ് റിമൈനിങ് ഡ്വെൽ. അത് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചു. ഇനിയിപ്പം 225 ഈ സാധനം 150 മണ്ടയ്ക്കല്ലേ, അപ്പോൾ ഒരു ആംഗിളിന് 20 ഡിഗ്രി ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ 225 ഡിവൈഡ് ബൈ 20 ചെയ്യാൻ നേരത്ത് എനിക്ക് 11.25 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യും? 11.25 എടുത്ത് സെൻറ്റിമീറ്റർ എടുത്ത് ലൈൻ വരയ്ക്കും. എന്നിട്ട് ഓരോ ആംഗിളും 75 ഡിവൈഡ് ബൈ 20, 75 ഡിവൈഡ് ബൈ 20 ചെയ്യുമ്പോൾ എന്തോന്നാണ്? ആദ്യത്തെ 3.75 ആണ് എന്തോന്ന്? 3.75 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് θO. 3.75 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് θO. അതിനുശേഷം 60. അപ്പോൾ 60 ഡിവൈഡ് ബൈ എത്രയാണ്? സ്കെയിൽ എത്രയാണ്? ഞാൻ 20 ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത് 1 സെൻറ്റിമീറ്റർ സ്കെയിൽ. അപ്പോൾ എല്ലാം അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ 60 ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ അടുത്ത 3 സെൻറ്റിമീറ്റർ ആണ് എന്തോന്ന്? 3 സെൻറ്റിമീറ്റർ ആണ് എനിക്ക് എന്തോന്ന്? θD. അതിനുശേഷം മിച്ചമുള്ളത് അത്രയും വരും. വേണമെങ്കിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 90 ഡിവൈഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ 4.5. അപ്പോൾ ഈ മിച്ചം വരുന്നതായിരിക്കും എന്തോന്ന്? 4.5 സെൻറ്റിമീറ്റർ. ഇതാണ് എന്തോന്ന്? θR. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്ത് വരച്ചു. ഇനിയിപ്പം ഓരോന്നിനെയും ഞാൻ സാധാരണ 6 ഈക്വൽ പാർട്സ് ആക്കുന്നത്. അപ്പോൾ ഞാൻ 3.75 സെൻറ്റിമീറ്റർ അല്ലേ, അതിനെ 6 ഈക്വൽ പാർട്സ് ആക്കാൻ വേണ്ടിയിട്ട് 3.75 ഡിവൈഡ് ബൈ 6 കൊടുക്കുക. അപ്പോൾ എത്ര വരും? 0.625 വരും. ഓരോ ഇതും 0.625 വരും. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ ആക്കണ്ട. ഇതിനാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? 4.5 ഡിവൈഡ് ബൈ 6 ചെയ്യുക. അപ്പം ഓരോന്നും 0.75 എന്ന് വെച്ച് വരും. ഓരോന്നും 0.75 വെച്ച് വരും. അങ്ങനെ എടുത്ത് നമ്മളിത് ചെയ്തതിന് ശേഷം ജസ്റ്റ് 90 ഡിഗ്രി എടുത്തിട്ട് നമ്മൾ ഈ സ്ട്രോക്ക് നമ്മൾ സാധാരണ അങ്ങനെ സ്കെയിലൊന്നും ചെയ്യാറില്ല. 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ, 50 എന്ന് പറഞ്ഞാലും 5 സെൻറ്റിമീറ്റർ ആണ് അർത്ഥം. അതിങ്ങനെ എടുത്ത് നമ്മളിതിങ്ങനെ വരച്ചിട്ട് ഇവിടെ കൊടുത്ത അതേ വാല്യൂസ്, ഒന്നെങ്കിൽ റോളർ സ്കെയിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റേത് വെച്ച് സമയം കളയേണ്ട, കയറ്റി വരയ്ക്കുക. യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ആയിട്ടുള്ളത് എടുക്കുക. 5 സെൻറ്റിമീറ്ററിനെ 6 ഡിവൈഡ് ചെയ്യുക. അപ്പം 0.833 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ സെൻറ്റർ വെച്ചിട്ട് ഒരു കണക്കിന് അത് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിൽ അല്ലാതെ ഒരു ലൈനിനെ ഇങ്ങനെ പാരൽ വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് കറക്റ്റ് പാരൽ വെക്കാൻ നേരത്ത് അങ്ങനെയും ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിലും അത് നോക്കി ഇത് ചെയ്തിട്ട് അങ്ങനെ ചെയ്തോളുക. എനിവേ ഇതിപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5നെ ഡിവൈഡ് ബൈ 6 പഠിച്ചാൽ 0.833 എന്ന് വരും. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നോക്കുക. എനിവേ സെൻറ്റർ പോയിന്റ് ഇങ്ങനെ വെക്കാൻ, ഇതിനും കൂടെ ഇങ്ങനെ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വെക്കാൻ നേരത്തെ സെൻറ്റർ പോയിന്റ് കിട്ടും. അവിടെ നിന്ന് മണ്ടയ്ക്കോട്ടും താഴോട്ടും ചെയ്യുമ്പം ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി നമുക്കൊന്ന് മാച്ചപ്പ് ചെയ്യാൻ പറ്റും. ശരി, അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ എന്തോന്ന് കണ്ടുപിടിക്കും? ഇതിൻ്റെ അകത്ത് യൂണിഫോം അസലറേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് കൊടുക്കുക, തിരിച്ചതേപോലെ ഇങ്ങനെ ഇറക്കി വിടുക നോക്കിയിട്ട് പോയിന്റ് വെച്ചിട്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നമ്പറിങ് കൊടുക്കണം. 0, 1, 2, 3, 4, 5, 6 ഇവിടെ അതുപോലെ തന്നെ കൊടുക്കുക. ഇവിടെ സ്ട്രോക്ക് അടയാളപ്പെടുത്തുക. ഇതെല്ലാം അടയാളപ്പെടുത്തി ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം റെഡി. ഇനിയിപ്പം നമുക്ക് ക്യാം വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കാം?
ഇതിപ്പം ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം വരയ്ക്കാൻ, അതായത് താഴേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കുക. കാരണം ഈ ക്വസ്റ്റിൻ്റെ അകത്ത് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്, വെലോസിറ്റി അസലറേഷൻ ഡയഗ്രാമും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തോന്ന് ചെയ്യുക, ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. തീറ്റ ഒ തുടങ്ങുന്ന സ്ഥലത്തിനെയും തീറ്റ ഒ അവസാനിക്കുന്ന സ്ഥലത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ തീറ്റ ആറ് തുടങ്ങുന്ന സ്ഥലത്തിനെയും തീറ്റ ആറ് അവസാനിക്കുന്ന സ്ഥലത്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മിഡിൽ ഉണ്ടല്ലോ, മിക്കപ്പോഴും ഈ 3 ആയിരിക്കും, അതിനെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. മിഡിലായിട്ട് വരുന്നതിനെയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 2 ഹോറിസോണ്ടൽ ലൈൻ കൊടുക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്, ഇവിടെയാണ് അസലറേഷൻ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. അങ്ങനെ വരയ്ക്കുക. അങ്ങനെ വരച്ച് അത് കാണിക്കുക. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്യാമിലേക്ക് വരയ്ക്കാൻ നേരത്ത് ഇതെങ്ങനെയാണ് വരയ്ക്കാമെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു സെൻറ്റർ എടുക്കുന്നു. റോളർ ആയതുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറ്റി വരയ്ക്കുക. ഓക്കെ, ഒരു സൈഡിലേക്ക് ഇവിടെ ഇപ്പോൾ പോയിന്റ് എടുക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു സർക്കിൾ ആദ്യം വരച്ചു. ഓക്കെ, സർക്കിൾ ആദ്യം വരച്ചു. അതിനുശേഷം ഓഫ് സെറ്റ്, ഇതിപ്പം ഇത് വരച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അടുത്ത ഓഫ് സെറ്റ് 2.5 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ വെച്ചിട്ട്, അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ സെൻറ്ററിനോട് റെഡീസ് ആക്കിക്കൊണ്ട് എണ്ണം വരയ്ക്കുക. ഇതാണ് ഓഫ് സെറ്റ് സർക്കിൾ. ഇതും കഴിഞ്ഞു. അത് ടുവേഴ്സ് റൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ഒരു 90 ഡിഗ്രി എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ഇതാണ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് റോളറിൻ്റെ റേഡിയസ് 2.5 അതെടുത്ത് വെച്ച് നമ്മൾ റോളർ ഒരെണ്ണം വരയ്ക്കുന്നു. എന്നിട്ട് റോളറിൻ്റെ സെൻറ്ററും ക്യാമിൻ്റെ സെൻറ്ററും ഇവിടെ കൂട്ടിമുട്ടിക്കുന്നതാണ് OA. അല്ലാതെ ഇവിടെ കൂട്ടിമുട്ടിക്കുന്നതല്ല, അത് തെറ്റിപ്പോകരുത്. OA ഒരു ടേണിംഗ് പോയിൻ്റാണ്. OA എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിൻ്റാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ വെച്ച്, എന്നിട്ട് നമ്മളിവിടെ പറയുന്ന അസ്യൂം ക്യാം റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആംഗിൾ എടുക്കണം. അപ്പോൾ ആംഗിൾ എടുക്കാൻ എത്രയാണ് ആംഗിൾ? 75 ഡിഗ്രി. അപ്പോൾ ഇവിടെ നിന്ന് 75 ഡിഗ്രി മാർക്ക് ചെയ്യുക. എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ബേസ് സർക്കിളിലാണ് മാർക്ക് ചെയ്യേണ്ടത്. റോളറിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, ബേസ് സർക്കിൾ വരും, പ്രൈം സർക്കിളും വരും. ഓക്കെ, ബേസ് സർക്കിളിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് 60 ഡിഗ്രി. അപ്പോൾ അത് ഇവിടെ ആയിട്ട് വരും. അതിനുശേഷം അപ്പം ഇതിനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു, ഇതിനിങ്ങനെ വരച്ചു. അതിനുശേഷം അടുത്തത് 90 ഡിഗ്രി, അത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, അപ്പം ഇത് തീറ്റ ഒ കൊടുത്തു, ഇത് തീറ്റ ഒ കൊടുത്തു, ഇത് തീറ്റ ഡി കൊടുത്തു, ഇത് തീറ്റ ആർ കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണം? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 75 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ 75 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ പാർട്സ് അല്ലേ. അപ്പോൾ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 12.5 ആയിട്ട് വരും. അപ്പോൾ 12.5 എടുത്ത് മാർക്ക് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പറ എന്ന് പറയുമ്പോൾ 90. അപ്പോൾ 90നെ 6 ഈക്വൽ പാർട്സ് ആണ് ആക്കേണ്ടത്. അപ്പോൾ 15. അപ്പോൾ ഓരോ ആംഗിൾ 15 ഡിഗ്രി വെച്ച് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇതിങ്ങനെ വരയ്ക്കാവോ? പാടില്ല, കാരണം ഇത് ഓഫ് സെറ്റ് ആണ്. ടാൻജൻഷ്യലി വേണം വരയ്ക്കാൻ. അപ്പം ഓരോ പോയിന്റിൽ നിന്നും ടാൻജൻഷ്യലി എടുത്ത് നമ്മൾ എന്തോന്ന് വരച്ചു? ഇതിനിങ്ങനെ നീട്ടി. ഓക്കെ, ടാൻജൻഷ്യലി എടുത്ത് നീട്ടി. നമ്പർ കൊടുക്കണം, 0, 1, 2, 3, 4, 5, 6. അല്ലെങ്കിൽ നടന്ന് വെക്കാൻ നേരത്തെ തെറ്റിപ്പോവും. ശരി, ഇനിയിപ്പം നമ്മൾ എന്തോന്നാണ്, നമ്മളെപ്പോഴും ബേസ് സർക്കിളിലാണ് മാർക്ക് ചെയ്യുന്നത്. അളവെടുക്കുന്നത് എവിടെ നിന്നാണ്? അതായത് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാമിൽ നിന്ന് അളവെടുത്ത് വെക്കത്തില്ല, അത് എവിടെ നിന്നാണ്? അത് പ്രൈം സർക്കിളിൽ നിന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നോക്കിയിരുന്നാൽ മതി. അപ്പം റോളറിൻ്റെ റേഡിയസും ഇതും കുത്തിക്കൊണ്ട് എടുക്കുന്നതാണ് എന്തോന്ന്? പ്രൈം സർക്കിൾ. ഞാനിങ്ങനെ വരച്ചു. ഓക്കെ, ഇതാണ് പ്രൈം സർക്കിൾ വരച്ചു. ഇനി അളവെടുക്കുന്നത് ഇവിടെ കുത്തിയിട്ടാണ് എടുക്കുന്നത്. പ്രൈം സർക്കിളിൽ നിന്നാണ് അളവെടുക്കുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാം അളവെടുത്തതിന് ശേഷം എന്തോന്ന് ചെയ്യണം? നേരെ കയറ്റി ഇങ്ങനെ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കല്ലേ, ഇത് റോളറല്ലേ. അപ്പം എന്തോന്ന് ചെയ്യുക? ഇതിനെ ഇങ്ങനെ, അതായത് ഈ 2.5 സെൻറ്റിമീറ്റർ റോളറിൻ്റെ റേഡിയസിനെ എടുത്തിട്ട് സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഓവർലാപ്പ് ആവും. ഈ താഴ്ഭാഗം ഓവർലാപ്പ് ആവുന്ന പോലെ വരയ്ക്കുക. ഇങ്ങനെ ഓവർലാപ്പ് ആവുന്ന പോലെ വരയ്ക്കുക. എന്നിട്ട് സ്മൂത്തായിട്ട് ഇമാജിൻ ചെയ്യുക. ഇതിപ്പോൾ റോളർ ഇപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതെങ്ങനെ പോകും? ഇങ്ങനെയല്ലേ പോകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇമാജിനേഷനിൽ സ്മൂത്തായിട്ട് ഒരു ക്യാം ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതാണ് റോളറിൻ്റെ, വേറെ ഒന്നുമില്ല. ഓഫ്സെറ്റ് എന്ന് കേൾക്കുമ്പോൾ ടാൻജൻഷ്യലി ഓർത്തോളുക. റോളർ എന്ന് കേൾക്കുമ്പോൾ ബേസ് സർക്കിളും ഉണ്ട്, പ്രൈം സർക്കിളും ഉണ്ടെന്ന് ഓർത്തോളുക. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിട്ടും. ഇതിൻ്റെ അകത്ത് വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവസാനം നിങ്ങൾ ക്യാമിനെ ഹൈലൈറ്റ് ചെയ്തിട്ട്
എന്തോന്ന് ചെയ്യുക, ബാക്കിയുള്ളതിനെ ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്തേക്കുക. അപ്പോൾ അത് അത്രേ ഉള്ളൂ സെക്കൻഡ് മോഡ്യൂള്. ഓക്കെ, പുരിഞ്ചതാ. അപ്പോൾ മോം ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 2 തവണ വർക്കൗട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെവിടെയും സ്റ്റക്കാവാതെ നമുക്ക് എല്ലാം തന്നെ നല്ല സ്പീഡിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ മൊത്തം ഞാൻ പറയാറുണ്ടല്ലോ, മൊത്തം 3 ഹവേഴ്സാണ് എക്സാം. അതിൻ്റെ അകത്ത് ഈ പാർട്ട് ബി എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു മോഡ്യൂളിന് അരമണിക്കൂർ വെച്ച് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു 2.5 മണിക്കൂർ കൊണ്ട് പാർട്ട് ബി കംപ്ലീറ്റ് ആവും. എന്നിട്ട് ബാലൻസ് ഉള്ള ഹാഫ് ആൻ അവർ വന്നിട്ട് പാർട്ട് എക്ക് യൂസ് ചെയ്യുക, തിയറി പാർട്ടിന്. ഓക്കെ, പിന്നെ ശരിക്കും ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നിന് ഒരു 3 തവണ വായിച്ചു നോക്കുക. ഗിവൺ ഡേറ്റ എടുത്തെഴുതൊക്കെ കറക്റ്റാണോ, ആംഗിൾ എടുത്തെഴുതൊക്കെ കറക്റ്റാണോ, മെഷർമെൻറ്റ്, ഡയമെൻഷൻസ് അതൊക്കെ കറക്റ്റാണോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്തെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് മൈൻഡിൽ വരണം. ഇങ്ങനെ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്, ഇത് ഇന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്ത് തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെയാണോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് പോകുക. ഒരു ക്വസ്റ്റ്യൻ ഒരു 2 തവണ വെച്ച് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് സെറ്റാവും. ഞാൻ ഇതിൻ്റെ തുടക്കത്തിലും ഓരോ മോഡ്യൂൾ തുടങ്ങുന്ന ഇൻട്രഡക്ഷനിലും പറയുന്നുണ്ട് എന്നൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഇതിനകത്ത് ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷേ ഞാൻ ജയിക്കാനുള്ള കാര്യങ്ങളും ജയിക്കാനുള്ള തിയറീസുമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോസുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചിട്ട് പോകുവാണെങ്കിൽ ഷുവറായിട്ടും മോം എന്ന് പറയുന്ന സബ്ജക്റ്റ് വളരെ ഈസിയാണ്, എളുപ്പത്തിൽ ജയിക്കാവുന്നേ ഉള്ളൂ. മിക്കതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മോം എന്നല്ല, ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിഫർ ചെയ്ത് അനലൈസ് ചെയ്ത് അതിനെ വെച്ച് ഒരു റിഫറൻസ് എടുത്ത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊരു ട്രിക്കാണ്. ചെയ്ത് പഠിക്കുക, മോം എന്ന് പറയുന്ന സാധനം ചെയ്ത് പഠിക്കുക. ഒപ്പം ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതിനെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കൂടെ ഉള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക. ടീച്ചിങ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ടീച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങളതിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചെയ്യും, ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ ചെയ്യാൻ നേരത്തെ അവൻ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചേക്കാം. അത് നിങ്ങളുടെയും കൂടെ ഡൗട്ട് ആയേക്കാം. ചിലപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഒരു സ്ട്രോങ്ങർ ആകാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ടീച്ചിങ്ങിനെ വന്നിട്ട് അതൊരു നമുക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കാനാണെങ്കിലും ശരി, ഈ ഒരു സാധനം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അതുകൊണ്ട് സെൽഫ് സ്റ്റഡി ചെയ്ത് പഠിക്കുക, ഫ്രണ്ട്സിനെ ടീച്ച് ചെയ്യുക, പഠിച്ച കാര്യത്തിന് നല്ല വൃത്തിയായിട്ട് അവർക്ക് മനസ്സിലാകുന്ന പോലെ ഇല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുക്കുക. ഓക്കെ, മോമോ വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. സോ പ്രിപ്പയർ യുവർ സെൽഫ് സ്റ്റഡി ചെയ്യുക, കൂടെ ഉള്ളവരെ അറിയാവുന്നത് വൃത്തിക്ക് പഠിപ്പിക്കുക. പിന്നെ മിക്ക ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ വേറെ കുറേ ഒന്ന് റിഫർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പഠിപ്പിക്കുന്നത് മാത്രം, അതായത് ഓരോ മോഡ്യൂളിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്തിരിക്കും, അതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ടുള്ളത് ആരോടെങ്കിലും അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപാട് എല്ലാം വലിച്ചു വാരിപ്പിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അതിനെ മാത്രം നോക്കിയിട്ട് പോയാൽ തന്നെ മതി. ഡ്രൈവ് ലിങ്കിൻ്റെ അകത്ത് ഞാൻ എല്ലാ മെറ്റീരിയൽസും ആഡ് ചെയ്തിരിക്കാം. ഡ്രൈവ് ലിങ്കിൽ ഓക്കെ, എല്ലാ മെറ്റീരിയൽസും ആഡ് ചെയ്യാം. അപ്പം അതിൽ നോക്കി നിങ്ങൾക്ക് മിക്ക കാര്യങ്ങളുടെയും PDF-ഉം ഡെറിവേഷനും അതിൻ്റെ കണക്കിൻ്റെ സോൾവിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, സിലബസ്, മോമിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം ഞാൻ ട്രെയിനിങ്ങിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. മോമ് ശരിക്കും ചെയ്ത് പഠിച്ച് ഒരു കാര്യം കൂടെ പറയണം. എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് തലേന്നോ ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെയാണോ സമയം ഒരു 3 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ഏതെങ്കിലും ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലേ, ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇനിയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേറെയും വന്ന് കാണുമായിരിക്കാം. അതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റിലാക്സ് ചെയ്തിരുന്ന്
ടൈമറും വെച്ചിട്ട് നിങ്ങളൊന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അതായത് നിങ്ങളൊരു എക്സാം എഴുതുക എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. ഷുവറായിട്ടും നിങ്ങളെക്കൊണ്ടത് പറ്റും. ഒരു ടൈമിനുള്ളിൽ ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ 56 മിനിറ്റ്, അതായത് 2 മണിക്കൂറിൻ്റെ അകത്തായിട്ട് തന്നെ എനിക്ക് പാർട്ട് ബിയിലെ പ്രോബ്ലം മാത്രം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാൻ തിയറി നിങ്ങൾ നോക്കണ്ട, ഇപ്പം പഠിച്ചിട്ട് പോകണമെങ്കിൽ അതിപ്പം എഴുതാമെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ആണെങ്കിൽ അങ്ങനെ. പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്ന സാധനം എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കിയാൽ പറ്റത്തുള്ളൂ. അതിന് സ്പീഡ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറയുക, നിങ്ങൾ തിയറി എടുത്ത് വെച്ച് എഴുതണമെന്നുമില്ല, എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ. പക്ഷേ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും കിട്ടും, നിങ്ങളെ കൊണ്ട് സെറ്റായിട്ട് ചെയ്യാനും പറ്റും. നിങ്ങൾ ആദ്യമായിട്ട് ആ ഒരു ടൈമിനുള്ളിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു ടെൻഷനൊന്നും നിങ്ങൾക്ക് എക്സാമിനും ഫീൽ ആവത്തില്ല. സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.